എല്ലാ അഭിഭാഷകർക്കും സ്വാഗതം. കേൾക്കാമോ? കേൾക്കാം. പ്രമോദ് കേൾക്കാമല്ലോ? ഓക്കെ. നമുക്ക് 21/4/2020 നമുക്ക് ESനെ കുറിച്ച് അറിവ് പകർന്നു നൽകിയ നമ്മുടെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോൺ ജോറി സാറിന് IALന്റെ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇന്ന് നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് അറിവ് തരാൻ എത്തിയിരിക്കുന്നത് നമുക്ക് സുഹൃത്തിനായിട്ടുള്ള പ്രിയങ്കരനായ അഭിഭാഷകൻ സുധീർ ബോസ് സാറാണ്. കൺസ്യൂമർ നിയമത്തെ സംബന്ധിച്ച് കൊല്ലത്ത് ഒരു ക്ലാസ് എടുക്കുന്ന സുധീർ ബോസ് സാറിനെ കിട്ടുക എന്ന് തന്നെ നമ്മുടെ ഭാഗ്യമായി കരുതുന്നു. അഡ്വൈസറി റോളിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത അഭിഭാഷകൻ എന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവും നമുക്ക് മാർഗനിർദ്ദേശമായിരിക്കുമെന്ന് ഉറപ്പുണ്ട്. ഇന്നത്തെ ഈ സായാഹ്നത്തില് നമ്മുടെ ഈ ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് സുധീർ ബോസ് സാറിനെ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓക്കെ സാർ, നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് തന്നെ പോവാം. അപ്പൊ സുധീർ ബോസ് സാറിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നൗ ദി ഫ്ലോർ ഈസ് യുവർ സർ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ. ലോക്ക്ഡൌൺ കാലത്ത് നമ്മള് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളെ പോലെ വീട്ടിലിരുന്ന വക്കീലന്മാരെല്ലാം ഈ പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഈ സൂം എന്ന പ്ലാറ്റ്ഫോം ഷെയർ ചെയ്ത് നമ്മുടെ എല്ലാവരുടെ അക്കാഡമിക് സ്കിൽ ആൻഡ് എക്സലൻസ് അല്പമെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനോ റിഫ്രഷ് ചെയ്യാനോ സാധിക്കാൻ ഇത് ഉപകരിക്കുന്നെങ്കിൽ വലിയ സന്തോഷം തന്നെയാണ്. കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എനിക്കറിയാം ഇതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. 40 മിനിറ്റ്സേ ഉള്ളൂ സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ റീഎൻട്രി ചെയ്യണം. അപ്പൊ ഞാൻ 40 മിനിറ്റ്സിനകത്ത് പറഞ്ഞു തീർക്കാൻ വിചാരിക്കുകയാണ്. പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റീഎൻട്രി ചെയ്യേണ്ടി വരും. Let me straight away enter into the topic. The topic assigned to me is Consumer Protection Act 2019. എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന ഒരു സിമ്പിൾ ലെജിസ്ലേഷൻ ആണ്, സിമ്പിൾ ആക്ട് ആണ്. എന്നാലും നമ്മുടെ ബഹുമാന്യനായ ജോൺ ജോസ് സാർ എടുത്ത പോലെ വളരെ കുളവക്കില്ലായ സംഭവങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ആർക്കും വലിയ സംശയങ്ങളൊന്നും കാണത്തില്ല. എനിക്ക് ലെറ്റ് മീ പ്രസന്റ് ഇൻ മൈ ഓൺ വേ. കേൾക്കാവുന്ന ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു എല്ലാവർക്കും. കേൾക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറ്റിയാണ് ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലരും വിചാരിക്കുന്നത് പോലെ ഇത് ഒറിജിനൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986ന്റെ അമെൻഡഡ് ആക്ട് അല്ല. അമെൻഡഡ് ആക്ട് അല്ല. ഇത് പുതിയതായിട്ട് മറ്റേ 86 ആക്ടിനെ കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്ത് പുതിയതായിട്ട് ഗവൺമെന്റ് പാർലമെന്റ് പാസ്സാക്കിയ 2019 ആക്ട് ആണ്. ഇതിന്റെ ബേസിക് സ്ട്രക്ചറും കണ്ടന്റ്സും ഒക്കെ ഒറിജിനൽ 1986 ആക്ടിന്റെ തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ ഏരിയ കവർ ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ലെജിസ്ലേറ്റീവ് ഒബ്ജക്റ്റ്, ഈ ആക്ടിന്റെ ഇന്റന്റ് ആൻഡ് പർപ്പസ് എല്ലാം ആ ആക്ടിന്റെ പേരിൽ തന്നെ ഉണ്ട്. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. That is why it is called the Consumer Protection Act 19. It was originally enacted in 1986. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ നമ്മുടെ മഹാരാജ്യം വലിയ കൺസ്യൂമർ നേഷനാണ്. മോർ പർട്ടിക്കുലർലി നമ്മുടെ സ്റ്റേറ്റ് ഒരുപാട് കൺസ്യൂമർ ഉള്ളതാണ്. കൺസ്യൂമർ കൾച്ചറാണ്. ദാറ്റ് ബിക്കംസ് എ ട്രെൻഡ് ആൻഡ് ദി ലൈഫ് സ്റ്റൈൽ ഓഫ് അവർ പീപ്പിൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരുപാട് കമ്പനികൾ വരും, ട്രേഡേഴ്സ് വരും, മാനുഫാക്ചറേഴ്സ് വരും. They will try their best to exploit consumers in terms of quality, quantity. അതുകൊണ്ടാണ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ പാർലമെന്റ്, നമ്മുടെ രാജ്യം ഒരു ആക്ട് പാസ്സാക്കി. ഇതിന്റെ റിലവൻസിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ 86ലാണ് ഈ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒറിജിനലി നിലവിൽ വന്നത്. 88 കൊല്ലത്ത് കൺസ്യൂമർ കോടതി, 87 88 കൺസ്യൂമർ കോടതി നിലവിൽ വന്ന് ഫംഗ്ഷൻ ചെയ്തു തുടങ്ങി. നിങ്ങൾക്ക് അറിയാം, അന്നത്തെ പഴയ ഡിസ്ട്രിക്ട് ജഡ്ജ് സുധാകരൻ സാറായിരുന്നു അന്നത്തെ പ്രസിഡന്റ്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിലുണ്ടായിരുന്നു. അദ്ദേഹം ഗൾഫിൽ നിന്ന് ലീവില് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ കല്യാണം പ്രമാണിച്ചാണ് വന്നത്.
വിവാഹമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കൊല്ലത്തിൽ പ്രശസ്തമായ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും വെഡിങ് ഡ്രസ് വാങ്ങിച്ചു, ഇൻക്ലൂഡിങ് വെഡിങ് സാരി ആൻഡ് ബ്ലൗസ് പീസ്. അപ്പൊ ബ്ലൗസ് പീസിന്റെ കാര്യം പറയുമ്പോൾ അത് അന്നത്തെ അതിന്റെ പേര് ടിഷ്യൂ സിൽക്കാണ് അതിന്റെ ക്വാളിറ്റി. അന്നത്തെ കാലത്ത് 140 റുപ്പീസ് പെർ മീറ്റർ ആണ് അതിന്റെ വില. അദ്ദേഹം അത് വാങ്ങിച്ചു, വെഡിങ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തു, വെഡിങ്ങിന് ഉപയോഗിച്ചു. നാച്ചുറലി വെഡിങ് ഡ്രസ് ഇല്ല, അതിന് അതിൻ്റെതായ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് കഴുകി ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് പിഞ്ചിപ്പോയി. സോ ബോത്ത് ദി കപ്പിൾസ് അവർ ഹർട്ടായി. റെസ്റ്റ് ടു ദി ഷോപ്പ് പറഞ്ഞു, ഇങ്ങനെ ഒരു കഴിവൊക്കെ കഴിഞ്ഞുള്ളൂ, നല്ല വില കൊടുത്ത് വാങ്ങിച്ച 88 കാര്യമാണ്, നല്ല വില കൊടുത്ത് വാങ്ങിച്ചാണ്, അന്നത്തെ കാലത്ത് 140 രൂപ, അത് മാറ്റി തരണം. അപ്പൊ സാധാരണ പോലെ എന്താ ചെയ്യുന്നത്, എല്ലാ ട്രേഡേഴ്സും പറഞ്ഞ നമുക്ക് ബില്ലുണ്ടോ? ബില്ല് സാധാരണ പലരും കാണത്തില്ല, പ്രത്യേകിച്ച് ഒരു മാസം 2 മാസം ബില്ല് കാണില്ല. ലക്കിലി ബില്ല് ഉണ്ടായിരുന്നു, കാരണം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിച്ചതായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ബില്ലുണ്ടായിരുന്നു. ബില്ല് കാണിച്ചു പറഞ്ഞു, നോക്കൂ ബില്ലിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്, ബില്ലിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്, ഒരു ബില്ല്. നമ്മളെല്ലാം നോക്കും, ബില്ല് വേണം, ബില്ലിനകത്ത് നമ്മൾ അതിന്റെ വില കാണും, ബാക്കി കണ്ടൻസ് നമ്മൾ ബന്ധിക്കുന്നതല്ല, നമ്മളത് ഇഗ്നോർ ചെയ്യും ചെയ്യും. അപ്പൊ ഒരു ബില്ല് കാണിച്ചു, ആ ബില്ലിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ കാണിക്കാം, അതേപോലെ ബില്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രമോദൻ പ്ലീസ് നെക്സ്റ്റ്. ആ ബില്ലില് സാധാരണ നമ്മൾ ബില്ലിലൊക്കെ എഴുതി കാണിക്കുന്ന പോലെ ബില്ലില് വിലയുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അതിന്റെ താഴെ ഒരു ക്ലോസ് വെച്ച്, ഗുഡ്സ് പർച്ചേസ്, ഗുഡ്സ് ഓൺ സോൾഡ് വിൽ നോട്ട് ബി ടേക്കൺ ബാക്ക് ഓർ എക്സ്ചേഞ്ച്. ഞാൻ വീട്ടിൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബില്ല് ചുമ്മാ ഫോർമാറ്റ് ചെയ്താൽ ഇതിന് വേണ്ടിയിട്ടാണ്, യഥാർത്ഥ ബില്ലല്ല, അന്നത്തെ ബില്ലും അല്ല. ഞാൻ മനസ്സിലാപ്പെട്ടത് വിഷ്വലായിട്ട് മനസ്സിലാക്കി. ബിൽ ഗുഡ്സ് ഓൺ സോൾഡ് വിൽ നോട്ട് ബി ടേക്കൺ ബാക്ക്. നമുക്കെല്ലാം അറിയാം, വക്കീലന്മാരാണ്, നമ്മൾ റിലേ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ബില്ല്. ദാറ്റ് ഇസ് എ കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ്. അതുകൊണ്ടാണ് നമ്മൾ 150 രൂപ കൊടുത്തൊന്നും സാധനം വാങ്ങിച്ചെന്നൊക്കെ നമ്മൾ പറയാൻ പോകുന്നത് അത് വെച്ചിട്ടായിരിക്കും പറയാം. അപ്പൊ അതേ എഗ്രിമെന്റിൽ, അതേ ലീഗൽ ഡോക്യുമെന്റ് താഴെ ഒരു ക്ലോസ് ഉണ്ട്, ഗുഡ്സ് ഓൺ സോൾഡ് വിൽ നോട്ട് ബി ടേക്കൺ ബാക്ക് ഓർ എക്സ്ചേഞ്ച്, വെദർ ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ദി കൺസ്യൂമർ, വെദർ ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ദി ട്രേഡർ. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഈ സെഷനിലൂടെ ആയതുകൊണ്ട് എല്ലാവരോടും ചോദിക്കാനും സംശയം ചോദിക്കാനും അല്ലെങ്കിൽ ആൻസർ പറയാൻ നിൽക്കുന്നില്ല, ഞാൻ തന്നെ പറയാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പിന്നെ അവസാനിച്ചു. The goods on sold will not be taken back or exchanged. It is true that it is a clause or limb attached to that document. പക്ഷേ goods on sold will not be taken back or exchanged എന്ന ക്ലോസ്, ലീഗൽ പ്രിസ്ക്രിപ്ഷൻ, അത് ട്രേഡർ യൂണിലാറ്ററൽ ആയിട്ട് ഏകപക്ഷീയമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ സമ്മതിച്ചിട്ടില്ല, കസ്റ്റമർ സമ്മതിച്ചിട്ടില്ല. കസ്റ്റമർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ വാങ്ങിച്ച സാധനം, ഞാൻ വാങ്ങിച്ച മെറ്റീരിയൽസ് മോശമായിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ തിരികെ എടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് കസ്റ്റമർ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ആവിർഭാവത്തിന് ശേഷം അത്തരം ക്ലോസസ്, അത്തരം കണ്ടീഷൻസ് ആർ ഇൻവാലിഡ്, ഇല്ലീഗൽ ആൻഡ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. സോ ഈ കസ്റ്റമർക്ക്, ട്രേഡർക്ക് ലയബിലിറ്റി ഉണ്ട്. പക്ഷെ അയാൾ മാറ്റി കൊടുത്തിട്ടില്ല. ഈ ഫ്രണ്ട് എന്നെ അപ്രോച്ച് ചെയ്തു. അപ്പൊ കൺസ്യൂമർ കോടതിക്ക് തുടങ്ങി വരുന്ന സമയമാണ്. ഫ്രണ്ട് എന്നെ അപ്രോച്ച് ചെയ്തു. ഐ സെൻഡ് എ നോട്ടീസ്, ലീഗൽ നോട്ടീസ്. എന്റെ കക്ഷി ഇങ്ങനെ നിങ്ങളുടെ അവിടുന്ന് തുണികൾ വാങ്ങിച്ചു, അതിലൊരെണ്ണം ഇങ്ങനെ കയറിപ്പോയി, ഫസ്റ്റ് വാഷ് കഴിഞ്ഞ തന്നെ ചീത്തയായി പോയി. എന്റെ കക്ഷി അവിടെ വന്നപ്പോൾ നിങ്ങൾ മാറ്റിപ്പെടുത്താൻ തയ്യാറായില്ല, മാത്രമല്ല നിങ്ങൾ എന്റെ കക്ഷി ഇൻസൾട്ട് ചെയ്തു. സോ ഞാൻ 5 ദിവസത്തിനകം 10 ദിവസത്തിനകം മാറ്റി കൊടുത്തില്ലെങ്കിൽ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ച് എന്ത് സംഭവിച്ചു? നോട്ടീസ് കിട്ടിയതിന്റെ പിറ്റേ ദിവസം ആ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ലീഗൽ അഡ്വൈസർ, ഒരു സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്, കൊല്ലത്തുള്ള ഒരു കൗൺസിലാണ്, അത് എന്നെ വിളിച്ചു. സുധീർ ബോസ് ഇങ്ങനെ നോട്ടീസ് അയച്ചിരുന്നോ? അയച്ചിരുന്നു. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞതാണ്. ഒരു കുഴപ്പമില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ട് മാറ്റി കൊടുക്കേണ്ടതാണ്, നിങ്ങൾ നാളെ തന്നെ ആളിനെ വിട്ടോളാം. എന്റെ ക്ലയന്റ് അവിടെ പോയി പിറ്റേന്ന് നിന്ന് ഒരു തുണി മാറ്റി തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇനി ഇതേപോലെ തുണി എടുത്ത് റിസ്ക് എടുക്കണ്ട, ഞങ്ങൾ ആ പൈസ തരാന്ന് പറഞ്ഞു കേസ് പോലും കൊടുക്കരുത്. സോ ദാറ്റ് ഈസ് ദി relevance of an act to protect the interest of the consumers. That is why it is called Consumer Protection Act. Pramod, next page please. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 1986 ഈ ആക്ട് നിലവിൽ വന്നു. thereafter ലോകത്ത് രാജ്യത്തെമ്പാടും കൺസ്യൂമർ ഫോറംസ് എന്നാണ് പറയുന്നത്, ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങി, കേസുകൾ വന്നു തുടങ്ങി, ഒരുപാട് കേസുകൾ വന്നു, എല്ലാവരുടെയും അതിന്റെ ആംബിറ്റിൽ വന്നു. ഈവൻ ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ നെഗ്ലിജൻസ് അതിന്റെ ആംബിറ്റിൽ വരും എന്നുള്ള സംശയമായിരുന്നു. ദാറ്റ് വാസ് നള്ളിഫൈഡ് ബൈ ദി നാഷണൽ കമ്മീഷൻ.
അതിനുശേഷം lot of cases are being filed against all purchasers, all manufacturers, all traders and service providers. Still, central government is of the opinion that the present act requires more teeth and nail. കുറച്ചുകൂടി എഫക്റ്റീവായ ഒരു നിയമം വേണം എന്ന് വിചാരിച്ചിട്ടാണ് പുതിയതായിട്ട് 2019 പുതിയൊരു ആക്ട് വന്നത്. ഈ ആക്ട് നമ്മുടെ പാർലമെന്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലായിട്ട് പാസ്സാക്കി 2019. Later on, the president has given assent. It was published in the official gazette. പക്ഷേ ഓരോ സ്റ്റേറ്റിലും റൂൾസ് വരാത്തതുകൊണ്ട് ഇതുവരെ അത് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല. The last date deadline for forming rules by the government, state government 31st January ആയിരുന്നു. പക്ഷേ അത് ഇതുവരെ നടപ്പിലാക്കില്ല. So അതാണ്, that is the backdrop of the Consumer Protection Act legislation in 2019. Next please. ഇതിന് ഈ ആക്ടിന് ബേസിക് ആയിട്ട് 2 കമ്പോണൻസ് ആണ്, 2 പാർട്ടാണുള്ളത് ബേസിക് ആയിട്ട്. ഒന്ന് ഗുഡ്സ്, അടുത്തത് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രമോദ് നെക്സ്റ്റ് പ്ലീസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ല, അതിന് മുകളിലത്തെ പേരാണ്. യെസ് യെസ്. ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ഗുഡ്സ് ആണ്? ഗുഡ്സ് ഡിഫക്റ്റീവ് ഗുഡ്സ്, അതുപോലെ സർവീസസ് ആണെങ്കിൽ ഡെഫിനിറ്റീവ് സർവീസ്. പഴയ പേജാണ്, പേജ് നമ്പർ 4. നെക്സ്റ്റ് പേജ്. യെസ്, അല്ലെങ്കിൽ ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ് വിഷ്വൽസ്. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ 2 ബേസിക് കമ്പോണൻസ്, ഒന്ന് ഗുഡ്സും ഒന്ന് സർവീസാണ്. ഗുഡ്സില് നമുക്ക് എല്ലാവർക്കും അറിയാം, നെവർത്തിലെസ് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ഫോർ ഇമോൾ പ്രോപ്പർട്ടി. ഇമോൾ പ്രോപ്പർട്ടിയുടെ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടൈറ്റിൽ ഡിഫക്റ്റ് വന്നാൽ റെമഡീസ് സിവിൽ സൂട്ട് ആണ്. വി ആർ കവറിംഗ്, വി ആർ ഫോക്കസിംഗ്, വി ആർ ഡീലിംഗ് വിത്ത് മൂവബിൾ ഗുഡ്സ്. പുതിയ ആക്ടില് ഒരു അഡീഷനോട് ചേർത്തു, ഗുഡ്സ് ഇൻക്ലൂഡ്സ് ഫുഡ് ആൾസോ. നേരത്തെ ഫുഡില്ലായിരുന്നു. നേരത്തെ ഫുഡിന്റെ ക്വാളിറ്റിയോ പിന്നെ അതിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ട് അനുസരിച്ച് അതോറിറ്റീസ് ഉണ്ട്, അവർക്ക് പ്രോസിക്യൂഷൻസ് എടുക്കാം. അത് പ്രോസിക്യൂഷൻ എടുക്കും. അതല്ലാതെ അത് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമർക്ക് ഒരു റെമഡി ഇല്ലായിരുന്നു. സോ ഇൻ ദ 2019 ആക്ട്, ഫുഡ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് ഗുഡ്. അതോടൊപ്പം ഓൺലൈൻ പർച്ചേസേഴ്സ് ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നമ്മുടെ ട്രെൻഡ് അറിയാലോ, പുതിയ ട്രെൻഡ് എല്ലാവരും ഓൺലൈൻ പർച്ചേസേഴ്സിനാണ്. പക്ഷെ നമ്മൾ ആർക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നു, അവരുടെ ആംബിറ്റ് എത്രത്തോളം ഉണ്ടെന്നും അവരുടെ കവറേജ് എത്രത്തോളം, ലയബിലിറ്റി എത്രത്തോളം പറ്റി ഒരു അവ്യക്തത ഉണ്ടായിട്ടുണ്ട്. നൗ ദേ ഹാവ് ബീൻ സ്പെസിഫിക്കലി ഇൻക്ലൂഡഡ്. സോ ദ ഗുഡ്സ് നൗ ഇൻക്ലൂഡ്സ് buying and selling of goods and services through digital and electronic network. ഞാൻ പറഞ്ഞു ഗുഡ്സും സർവീസും. ഇനി ഗുഡ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന്, ഗുഡ്സിലെ ഡിഫക്റ്റീവ് ഗുഡ്സ് ആണ് ഒരു കോസ് ഓഫ് ആക്ഷൻ. വെൻ യു പർച്ചേസ് എ ഗുഡ്സ് ദാറ്റ് ഈസ് ഡിഫക്റ്റീവ്. എങ്ങനെ ഡിഫക്റ്റീവ്? ഡിഫക്റ്റീവ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്യൂരിറ്റി, പെർഫെക്ഷൻ, സ്റ്റാൻഡേർഡ് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ് or shortcoming in the quality. ഇതെല്ലാം ഡിഫക്റ്റീവ് ഗുഡ്സ് ആണ്. ഒന്നുകൂടെ പറയാം, ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട്കമ്മിങ് ഇൻ ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പൊട്ടൻസി, പ്യൂരിറ്റി or സ്റ്റാൻഡേർഡ് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ്. ഇത് പറയുന്നതിന് പ്രത്യേകിച്ച് എക്സാമ്പിൾസിന്റെ ആവശ്യം നമ്മുടെ വക്കീലന്മാർക്കില്ല, എല്ലാവർക്കും അറിയാം. എങ്ങനെ ഞാൻ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുന്ന ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് അവർ റൈറ്റ് ടു ഗെറ്റ് ദ ക്വാണ്ടിറ്റി ഇൻ പ്രൊപ്പോർഷൻ ടു ദി പ്രൈസ് വി ആർ ഗിവിംഗ്. അപ്പൊ എല്ലാ പാക്കേജ് ആൻഡ് കമ്മോഡിറ്റീസ് ആക്ട് അനുസരിച്ച് എല്ലാ പാക്ഡ് ഗുഡ്സിന്റെയും ക്വാണ്ടിറ്റി എത്രയാണ്, നെറ്റ് ഗ്രാംസ് എത്രയാണെന്ന് എഴുതിയിരിക്കുന്നതാണ്. അത് എഴുതിയില്ലെങ്കിൽ അതൊരു ഒഫൻസ് ആണ്. പക്ഷേ അത് കണ്ടാണ് നമ്മൾ വായിക്കുന്നത്. ആർ യു ഷുവർ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ദ സെയിം ക്വാണ്ടിറ്റി ആസ് അഷ്യൂർഡ് ഓർ പ്രോമിസ്ഡ് ഓർ എക്സ്പോസ്ഡ് ബൈ ദി ട്രേഡർ ഓർ ദി മാനുഫാക്ചർ ആസ് കണ്ടെയ്ൻഡ് ഇൻ ദ പാക്കറ്റ് ആണെന്നുള്ളതാണ് പ്രശ്നം. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ പറയത്തില്ലേ, ട്രിഫ്ലിംഗ് മാറ്റേഴ്സ്, ചെറിയ മാറ്റേഴ്സ് നമ്മൾ ആരും കേസിനൊന്നും പോവില്ല. ചെറിയ ഇപ്പൊ വാങ്ങിക്കുന്ന സോപ്പിനകത്ത്, പേസ്റ്റിനകത്ത് 1 ഗ്രാമില്ല 2 ഗ്രാമില്ലെങ്കിൽ ആരറിയാനാണ്? അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 130 കോടി പോപ്പുലേഷൻ ആണ് ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ഈ ടോയ്ലറ്റ് ബാത്തിങ് സോപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ ഡെയിലി ബാത്തിങ് പോപ്പുലേഷൻ 50% ഉണ്ടെന്ന് വെച്ചോ, 65 crores. പോട്ടെ, 50 crores ആണ്. അതിൽ ഒരു ടോയ്ലറ്റ് സോപ്പ് 25 പേർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ പെർ ഡേ 2 crores of toilet soaps are required per day in our country. അപ്പൊ സാധാരണ സോപ്പിന്റെ എത്രയാണ്? 50 grams, 75 grams, ആവറേജ് 100 grams. ഈ 100 grams അപ്പൊ 2 കോടി സോപ്പാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്.
അതിൽ 75 grams 100 grams സോപ്പിന്റെ ക്വാണ്ടിറ്റിയിൽ 1 gram കുറച്ചാൽ 2 കോടി ഗ്രാം ക്വാണ്ടിറ്റിയിൽ കുറയ്ക്കുകയാണ്. മനസ്സിലാവും വിചാരിക്കുന്നു. ആവറേജ് പ്രൈസ് ഒരു ബാർ സോപ്പ് 100 gram സോപ്പിന്റെ ആവറേജ് പ്രൈസ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ 30 രൂപയാണ്. അത് ദാറ്റ് മീൻസ് 1 ഗ്രാമിന് 30 പൈസ. അപ്പൊ 2 crore ടോയ്ലറ്റ് സോപ്പ് ഉപയോഗിക്കുന്നത് 1 gram കുറച്ച് 30 പൈസ വെച്ച് ഒരു ദിവസത്തെ ലാഭം ട്രേഡർ മാനുഫാക്ചറർ 6 ലക്ഷം രൂപയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ 6 ലക്ഷം രൂപ ആര് ഷെയർ ചെയ്യുന്നത്? മൾട്ടിനാഷണൽ മേജർ കമ്പനീസ് ലൈക്ക് ഇൻഡസ് ലിവർ ലിമിറ്റഡ്, ടാറ്റ സോപ്സ് ആൻഡ് ഓയിൽ മിൽസ്, പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ എന്നിവരാണ്. നമ്മൾ ആരും അറിയില്ല. നമ്മൾ 1 gram കുറഞ്ഞെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ടി കേസ് കൊടുക്കാനാണ് നമുക്ക് എവിടെ സമയം. നമ്മൾ ഇതിനെ ട്രിഫ്ലിംഗ് മാറ്റേഴ്സ് പോകുന്നത്. ബട്ട് സി ദി മണി അക്യുമുലേറ്റഡ് ടു ദി അതർ സൈഡ് മീൻസ് ട്രേഡേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്. ഇതാണ് ഈ റീസെന്റ് ആയിട്ട് വന്നൊരു കാര്യം പറയാം. ക്വാണ്ടിറ്റിയിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ കാര്യം. ഏഷ്യൻ പെയിന്റ്സിന് ഈ ടച്ച് വുഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അത് 1 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നറിൽ ടച്ച് വുഡ് അവർക്ക് മാർക്കറ്റ് ചെയ്യും. 1 ലിറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കാണാൻ പറ്റാത്ത ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു സാധനമാണ്. അപ്പൊ സാധാരണ എല്ലാവരും നേരെ അത് പൊട്ടിച്ചങ്ങ് ഒഴിച്ച് നേരെ അങ്ങ് പെയിന്റ് അടിക്കും. ടച്ച് വുഡ് നേരെ അങ്ങ് പെയിന്റ് അടിക്കും. ഒരു പെയിന്റർക്ക് സംശയം തോന്നി ഇത് 1 ലിറ്റർ ഉണ്ടോ. അപ്പൊ എന്ത് ചെയ്തു? അങ്ങേര് അത് 1 ലിറ്ററിന്റെ നമ്മുടെ വാട്ടർ ബോട്ടിലിന്റെ 1 ലിറ്ററിന്റെ അകത്തോട്ട് ഒഴിച്ച് നോക്കിയപ്പോൾ 700 million 700 million. ദാറ്റ് മീൻസ് 30% ഇതിനകത്തില്ല. നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ട്രേഡർ, ഈ മാനുഫാക്ചറർ പറയുന്ന, എക്സ്പോസ് ചെയ്യുന്ന, ഗ്യാരണ്ടി ചെയ്യുന്ന ക്വാണ്ടിറ്റി സാധനങ്ങൾ ഉണ്ടോ ഇല്ല നമ്മൾ പരിശോധിക്കുന്നില്ല. നമ്മൾ പ്രൊവിഷൻസ് തന്നെ വാങ്ങിക്കുന്നത്, അരി വാങ്ങിക്കുന്നു, അതിൽ പാക്കിംഗ് ഇത് എഴുതുന്നുണ്ട്. ഹൂ കെയേഴ്സ്? അതിനകത്ത് അത്രയും തത്തുല്യമായ ക്വാണ്ടിറ്റി ഉണ്ടോ? ചിലപ്പോൾ നെഗ്ലിജിബിൾ ആയിട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ക്വാണ്ടിറ്റിയെ സംബന്ധിച്ച്. പൊട്ടൻസിയുടെ ഏറ്റവും ഒരു ഒറ്റ കാര്യമുള്ളൂ, ഹോമിയോ മെഡിസിൻസിന്റെ പൊട്ടൻസി കൊണ്ടാണ് ആ മെഡിസിന്റെ എഫക്ട് എന്ന് പറയുന്നത്. ആ പൊട്ടൻസി കുറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് വീണ്ടും വരും, 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം വരും. സോ അങ്ങനെയുള്ള ഒരു മെഡിസിൻ, ആ പൊട്ടൻസി കുറഞ്ഞ മെഡിസിൻ ആണ് കൊടുക്കുന്നത്. ദാറ്റ് എമൗണ്ട്സ് ടു ഡിഫക്റ്റീവ് ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ എ പേഷ്യന്റ്. നെക്സ്റ്റ്, പ്യൂരിറ്റിയിലെ എവിടെയാണ് ഏറ്റവും വേൾഡ് വൈഡ് ആപ്ലിക്കേഷൻസ് എവിടെയാണ് പ്യൂരിറ്റിയുടെ കാര്യത്തിൽ? നമ്മളെല്ലാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കും, അവരുടെ പരസ്യമുണ്ട്. 91.6 ആണ് അതിന്റെ പ്യൂരിറ്റി എന്ന് പറയും. ആര് ശ്രദ്ധിക്കുന്നു? ഈ പൈസ സ്വർണത്തിന്റെ വില കൊടുക്കുന്ന 91.6 ആണ്. അതിന് 91.6 പ്യൂരിറ്റി ആണ് നമുക്ക് കിട്ടുന്നുള്ള ഒരു കാര്യം അറിയാമോ? ഇപ്പോഴത്തെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിന്റെ അവരുടെ ബിസിനസ് എല്ലാ ജുവലറിയിലും പ്യൂരിറ്റി അനലൈസ് വെക്കണമെന്നാണ്. കണ്ടു കാണുക, ഒരു നമ്മുടെ മൈക്രോവേവ് ഓവൻ പോലെ ചെറിയ സാധനമാണ്. നമ്മുടെ ഓർണമെന്റ് ശരിക്കും അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്യൂരിറ്റി അറിയാൻ പറ്റും. ഹൂ കെയേഴ്സ്? നമ്മൾ ബില്ലടിക്കുന്നു, അതിലെന്തോ ഡിസ്കൗണ്ട് കിട്ടും. ആ ഡിസ്കൗണ്ടിന്റെ കൂടെ നമുക്ക് വേറെ അവിടെ വാങ്ങിക്കാൻ പറ്റാത്ത കണ്ട് വെള്ളം ഉറക്കി നമ്മൾ പോകില്ലേ? പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം പോകത്തുള്ളൂ, പുരുഷന്മാരെ കൊണ്ടുപോകത്തുള്ളൂ. അതിന്റെ അതാണ് പ്യൂരിറ്റിയെ പറ്റി. സോ ഈ ദ ഗുഡ്സ് പർച്ചേസ്, അതുപോലെ തന്നെ വാല്യൂ അഡീഷൻ. നേരത്തെ പണിക്കുറവെന്ന് പറഞ്ഞ് 2 ഭാഗത്തിലായിരുന്നു, നമുക്ക് അറിയാമായിരുന്നു എത്രയാണ്. ഇപ്പൊ അത് മാറ്റിയിട്ട് ഒറ്റ ഇതാക്കി വാല്യൂ അഡീഷൻ. അത് എത്ര പെർസെന്റ്? അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓർ ദി ലോ റിഗാർഡിംഗ് വാല്യൂ അഡീഷൻ. അതെന്താ ചെയ്യുന്നത്? മിനിമം വിളക്കുള്ളതിന് 5% VA ഇടാനുള്ളതിന് കച്ചവടക്കാരൻ എന്ത് ചെയ്തും? കടക്കാരനും ജുവലറിക്കാരനും 10 VA ഇടും. 10% VA ഇടുമ്പോഴത്തേക്ക് 500 എന്നുള്ളത് 1000 ആവും. എന്നിട്ട് നമ്മൾ ബില്ല് കണ്ടോട്ട് നമ്മളെ നോക്കി ചിരിച്ചാൽ 500 കുറച്ച് VA ആക്കാൻ. 10 to 30% ആണ് വാല്യൂ അഡീഷൻ. എത്നിക് ഗോൾഡിന് 30% ആണ് വാല്യൂ അഡീഷൻ ഇടുന്നത്. ആര് ശ്രദ്ധിക്കുന്നു? എവിടെ സ്റ്റാൻഡേർഡ്? എന്നിട്ട് ആ 10% ഇടുന്നതിന് 20% ഇട്ട് 1000 രൂപ വ്യത്യാസം നമുക്ക് അതിൽ 500 രൂപ കുറച്ച് തരും. അപ്പൊ നമ്മൾ ഹാപ്പി. പക്ഷെ എന്നാലും ട്രേഡർക്ക് വീണ്ടും 500 രൂപയുടെ ഇടയിലാണ്. ഇതാണ് ക്വാണ്ടിറ്റി, പൊട്ടൻസി, ക്വാളിറ്റി, പ്യൂരിറ്റി. ദെൻ സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. ക്വാളിറ്റിയെ സംബന്ധിച്ച് ഓരോ സാധനത്തിനും സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്ത് കാണും. അതെന്താണെന്ന് അറിയാമല്ലോ. പ്രത്യേകിച്ച് ഒറ്റ കാര്യം പറയാം, ഫുഡ് ഐറ്റംസ്, എഡിബിൾ ഓയിൽസ്, അങ്ങനെയൊക്കെ അക്മാർക്ക് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്. If it is certified by ACMARC, if it is bears ACMARC ആ സീൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത, ഇങ്ങനെ പൊട്ടൻസി ഇല്ലാത്ത, പ്യൂരിറ്റി ഇല്ലാത്ത ഒരു സാധനമാണെങ്കിൽ that is a matter of defective goods which we can agitate before the consumer forum by invoking the law. ഇത് ഗുഡ്സിനെ സംബന്ധിച്ചാണ്. സർവീസിലോട്ട് വരട്ടു. സർവീസിൽ ഇത് തന്നെയാണ്.
സർവീസ് നമുക്ക് തരുന്ന സർവീസ് ഫോൾട്ടി ആവാം, ഇംപെർഫെക്ഷൻ ആണ്, ഷോർട്ട് കമ്മിങ്, ഓർ ദ സർവീസ് അണ്ടർടേക്കൺ ടു ബി പെർഫോംഡ് ഇൻ പെർസൺസ് ഓഫ് കോൺട്രാക്ട്. നമ്മുടെ ഒരു കോൺട്രാക്ട് പ്രകാരം നമുക്ക് തരേണ്ട സർവീസ് നമുക്ക് തരില്ല. അപ്പൊ അതാണ്. അപ്പൊ അതിൽ 2-3 ബേസിക് എലമെന്റ്സ് മാത്രം ശ്രദ്ധിക്കുക. നമ്മളെല്ലാ സർവീസ് അവൈൽ ചെയ്യുന്നു. നമ്മുടെ ബാങ്കിങ് സർവീസ് അവൈൽ ചെയ്യുന്നു, ഇൻഷുറൻസ് അവൈൽ ചെയ്യുന്നു, കൺസ്ട്രക്ഷൻസ് അവൈൽ ചെയ്യുന്നു, ടെലികോം സർവീസ് അവൈൽ ചെയ്യുന്നു, എല്ലാവരും സർവീസാണ്. ഇപ്പൊ എല്ലാ സർവീസ് ടാക്സ് നമ്മൾ കൊടുക്കുകയും ചെയ്തത്, GST എടുത്ത് സർവീസ് ടാക്സ് കൊടുക്കുകയാണ് ചെയ്തത്. 2-3 പ്രധാന മേഖലകൾ മാത്രം ഞാൻ പറയാം സർവീസുമായിട്ട്. വി ആർ ഓൾ അവൈലിംഗ് സർവീസസ് ഓഫ് ബാങ്ക്. ലോൺ ആയിട്ടാലും ശരി, നമ്മുടെ ഡെപ്പോസിറ്റ് ആയാലും ശരി, അതർവൈസ് കൂടുതൽ ലോൺ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ്. വാട്ട് ഈസ് ദ ബൈൻഡിംഗ് ഡോക്യുമെന്റ് ബിറ്റ്വീൻ എ കസ്റ്റമർ ആൻഡ് ബാങ്ക്? ലോൺ അഗ്രിമെന്റ്. ലോൺ അഗ്രിമെന്റിൽ ബേസിക് ആയിട്ട് 3 കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന്, നേച്ചർ ഓഫ് ലോൺ, ടെന്യൂർ ഓഫ് റീപേയ്മെന്റ്, EMI എന്ന് പറയും, എക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. 2, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 3, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, വെദർ ഇറ്റ് ഈസ് ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ്. ആരും ശ്രദ്ധിക്കുന്നില്ല. ഫിക്സഡ് ആണോ ഫ്ലോട്ടിംഗ് ആണോ? ഈ 3 കണ്ടന്റ്സും ഇതിനകത്ത് ഉണ്ടാവണം. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ബാങ്കിൽ നമ്മൾ ലോൺ അവൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊന്നും സമയമില്ല, പൈസ കിട്ടിയാൽ മതി. അപ്പൊ തന്നെ നമ്മൾ അവർ തരുന്നതിനകത്ത് ബ്ലാങ്ക് ലോൺ അഗ്രിമെന്റ് ആക്കി, പലപ്പോഴും ബ്ലാങ്ക് ആയിരിക്കും, അത് ഒപ്പിച്ചു കൊടുക്കും. പിന്നീടാണ് അവർ ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പൊ അവരാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഴുതുന്നത്, അവരാണ് ഫിക്സഡ് ആണോ ഫ്ലോട്ടിംഗ് ആണോ തീരുമാനിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി പൈസ അടച്ച് തീരുന്നില്ല. അങ്ങനെ ലോൺ അഗ്രിമെന്റ് എടുത്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് നമ്മൾ പറഞ്ഞതല്ല. സോ ദർ ഇസ് എ ഡിസ്പ്യൂട്ട്. That dispute between the customer and the bank is a consumer dispute, which we can very well agitate before the consumer forums by invoking the process. പിന്നെ ഏതാണ് ഒരു മേഖല? ഇൻഷുറൻസ് അറിയാമല്ലോ, എല്ലാവരും ഇൻഷുറൻസ് അഭിനന്ദനം. കമ്പൽസറി ആയിട്ട് മോട്ടോർ വെഹിക്കിൾസ് ഇൻഷുറൻസ്. എത്ര പേർക്ക് അറിയാം? ഈ ഓണർ ഓഫ് ദി വെഹിക്കിൾ ഈസ് നോട്ട് കവേർഡ് ഇൻ ദെയർ മോട്ടോർ വെഹിക്കിൾസ് പോളിസി അൺലെസ് സ്പെസിഫിക്കലി പെയ്ഡ് PA കവറേജ് ഇല്ലെങ്കിൽ. എല്ലാവരും വിചാരിക്കുന്നത് സ്വന്തം ഓണർക്കും എല്ലാം കവറേജ് കിട്ടുന്നതാണ്. ശ്രദ്ധിച്ചു നോക്കൂ, PA കവറേജ് ഇല്ലെങ്കിൽ if the owner sustained injury or death, he or she will not get unless otherwise there is separate premium. നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വക്കീലന്മാർ പോലും നമ്മൾ പലതും നോക്കിയിട്ട് ചിലപ്പോൾ അറിയുന്നത്. ഞാൻ എല്ലാവരും പറയല്ല, കുറച്ച് പറയും, ഞാൻ പറയാം. ഇത്രയും പേര് വരുമ്പോഴാണ് അറിയുന്നത് കവറേജ് ഇല്ലെന്ന കാര്യം. പക്ഷെ എന്റെ പ്രീമിയം എത്ര? 50, 100, 500 കൊടുത്താൽ ഇപ്പൊ 15 lakhs ആണ് PA കവറേജ് ആക്കിയിരിക്കുന്നത്. ബട്ട് യു ഷുഡ് പേ ആൻ അഡീഷണൽ പ്രീമിയം ടുവേഴ്സ് കവറേജ് ഓഫ് ദ PA. അപ്പൊ PA കവറേജ് ഇല്ല. സോ ദെൻ ഡിസ്പ്യൂട്ട്. പിന്നെ ഏതാണ്? മെഡിക്ലെയിം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇനി വരാൻ പോകുന്ന വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വലിയ എക്സ്പെൻസ് ആണ് വരാൻ. അത് കണ്ടുകൊണ്ട് ഇപ്പൊ എല്ലാവരും മെഡിക്ലെയിം പോളിസീസ് എടുക്കും, അല്ലേ? മെഡിക്ലെയിം പോളിസി എടുത്തിട്ട് നമ്മൾ ക്ലെയിമും കൊടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ക്ലെയിം കൊടുക്കും. കാണാം, വരുന്നു, ക്ലെയിം ഈസ് റിജക്റ്റഡ്. കാരണം എന്താണ്? ഒറ്റ വാക്കാണ്, ഓമന പേരാണ്, PED, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്. അവരുടെ സ്ഥിരം ഡിഫൻസ് ആണ്. Of course, I am also a person defending a company, insurance company, in all areas. അവരുടെ സ്ഥിരം ഡിഫൻസ് PED. എന്താ പറ്റുന്ന വെച്ചാല് ഈ കക്ഷിക്ക്, ഈ പേഷ്യന്റിന് എന്തെല്ലാം അസുഖം ഉണ്ടായിരുന്നതാണ് ഈ പോളിസി എടുക്കുന്ന സമയത്തൊന്നും ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പ്രപ്പോസൽ ഫോം ഈസ് എ ബൈൻഡിംഗ് കോൺട്രാക്ട്, ദാറ്റ് ഈസ് എൻ ഓഫർ ആൻഡ് അക്സെപ്റ്റഡ് ബൈ ഇൻഷുറൻസ്. ഈ ഓഫർ ഫോമിൽ കക്ഷി ഓഫർ ചെയ്യുന്നത്, പേഷ്യന്റ് ഓഫർ ചെയ്യുമ്പോൾ അവിടെ കുറെ കോളംസ് ഉണ്ട്. Are you ever been hospitalized? Are you suffering from any disease like diabetic mellitus, hypertension, cholesterol? ഇതെല്ലാം നോ. നമ്മളല്ല എഴുതുന്നത്, നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. ഏജന്റ് പോയി നോ എങ്കിൽ അപ്പൊ തന്നെ പോളിസി ചെയ്യത്തുള്ളൂ, എങ്കിലായിരിക്കും പ്രീമിയം കിട്ടത്തുള്ളൂ. So we were on the bona fide impression that I have already taken an insurance policy, so as long as I am discharged, I will be reimbursed. Discharge ചെയ്യുമ്പോൾ പൈസ ഇല്ല, pre-existing ആണ്, claim repudiated. So when a claim is repudiated, that is a matter of dispute between the insurance company and the insurer, or the insurer and insurer. നമുക്ക് ഇവിടെ പോകാൻ പറ്റും. ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ഉണ്ട്, സിവിൽ കോടതി ഉണ്ട്. സിവിൽ കോടതി പണി ഗവൺമെന്റ് പൈസ നമ്മൾ കോർട്ടീസ് അടയ്ക്കണം. ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ പോകണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ പലർക്കും അറിയത്തില്ല, അവിടെ ഫുൾ ഫ്ലെഡ്ജ് പ്രൊസീജിയർ അല്ല. So to protect the interests of such consumers, there is consumer code enacted by the Consumer Protection Act 2019-86 and now it is 2019. സർവീസുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ. നമുക്കറിയാം, ലോട്ട് ഓഫ് കേസസ് ആർ ബീയിങ് ഫൈൽഡ് അഗൈൻസ്റ്റ് ദി കൺസ്ട്രക്ഷൻ കമ്പനീസ്, അഗൈൻസ്റ്റ് എ കോൺട്രാക്ടർ, അഗൈൻസ്റ്റ് ദി കോൺട്രാക്ടർ ബൈ ദി ഹൗസ് ഓണേഴ്സ്. 2 മേഖലകളിലാണ് വന്നത്. ഒന്ന് ഡിഫക്റ്റീവ് കൺസ്ട്രക്ഷൻ, 2 ഡിലേഡ് കൺസ്ട്രക്ഷൻസ്. ഇത് രണ്ടും കൺസ്യൂമർ ഡിസ്പ്യൂട്ടാണ്.
പല കേസുകളിലും ഈ ഒരു പ്രോപ്പർ എഗ്രിമെന്റോ കോൺട്രാക്ട് പോലും കാണത്തില്ല. ബിസിനസ് പൈസ പകുതിയാകുമ്പോൾ ഇട്ടിട്ട് പോകും. പിന്നെന്താണ്, എത്രത്തോളം പണിഞ്ഞെന്നുള്ളത് അറിയത്തില്ല. ഇനി നമുക്ക് ബാക്കി പണിയിക്കാവോ, അപ്പത്തി അങ്ങനെയാണ് എക്സസൈസ് എങ്ങനെ വാങ്ങിക്കുന്നൊന്നും ആകും. അപ്പൊ വിചാരിക്കും നമ്മൾ ഇനിയിപ്പോ ഒരു കേസിനൊക്കെ പോകണ്ട, സിവിൽ കോടതി കേസ് വേണ്ടി എത്ര നാൾ കേസ് വിധി വന്നാൽ പിന്നെ അതിനുള്ള അപ്പീലും ഡിഗ്രി EP ഒക്കെ ആയിട്ട് പോകും. എത്ര നാൾ അതൊരു വീട് ഇട്ടേക്കാൻ പറ്റും. സോ he will be constrained to approach another contractor. അയാള് പുതിയ പൈസ വാങ്ങിക്കും. സോ വാട്ട് ഓർ മേ ബി ദി മണി ലോസ്, ദാറ്റ് വിൽ ബി ലോസ് ഫോർ എവർ. ഇപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പൊ റേറെ മറ്റേതെല്ലാം വന്നു, റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയൊക്കെ വന്നു, ഇപ്പോഴാണ് വന്നത്, ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. From 86 onwards, law says any dispute between with regard to construction of buildings between the house owner and the contractor is a matter of consumer dispute. So it can be admitted. ടെലികോം സർവീസിനെ പറ്റി ഇപ്പം പണ്ടത്തെ പോലെ നമ്മുടെ റഷ്യൻ അറിയാം. പണ്ടാണെങ്കിൽ എക്സസ് ബില്ലും നമ്മൾ കേസ് കൊടുത്ത് നമ്മൾ വിധി വാങ്ങിച്ചാൽ ഇപ്പൊ അതിനൊക്കെ കേസുകളൊന്നുമില്ല. ഇപ്പം മൊബൈൽ വന്നതിന് ശേഷം താരിഫിനെ പറ്റി ഒന്നുമില്ല, ഐ മീൻ കോഴ്സിനെ പറ്റി ഒന്നുമില്ല. എനിക്കോ ദിസ് ഈസ് ഓൾസോ എ മാറ്റർ കമ്മിങ് വിത്തിൻ ദ ആംബിറ്റ് ഓഫ് ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. സോ ബേസിക്കലി 2 components, ഒന്ന് ഗുഡ്സും സർവീസസും. പിന്നെ ഇതിന്റെ കൂടാതെ ഇപ്പോഴത്തെ 2019 ആക്ടില് പ്രമോദ് നെക്സ്റ്റ് പ്ലീസ്, 2019 ആക്ടില് ഒരു കാര്യം കൂടെ സ്പെസിഫിക് ആയിട്ട് ചേർത്തു. ഞാൻ നേരത്തെ പറഞ്ഞു മെഡിക്കൽ നെഗ്ലിജൻസ് ഇതിനകത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ടായി. ഇപ്പൊ പുതിയതായിട്ടാണ് ചേർത്തത്. എന്താണ്? നെഗ്ലിജൻസ്. എനി ആക്ട് ഓഫ് നെഗ്ലിജൻസ് by which any consumer sustains loss or injury, the person who has done that service, who is the wrongdoer, who is the negligent person, is liable to pay compensation for the loss or injury sustained by the other side. ഇത് ഏത് ഏരിയയ്ക്ക് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ആക്ട് ഓഫ് നെഗ്ലിജൻസ് ആൻഡ് ദർ ഇസ് ഡാമേജ്. മെഡിക്കൽ നെഗ്ലിജൻസ് ഇപ്പൊ തന്നെ ആംബിറ്റിലുണ്ട് എങ്കിലും അത് സർവീസ് റെൻഡേർഡ് ബൈ അഡ്വക്കേറ്റ് കംസ് വിത്ത് പവർ വിത്ത് ആക്ട്. നോ ഡൗട്ട് അറ്റ് ഓൾ. നമ്മൾ ആരും നിയമത്തിന് മേളിലല്ല. ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് വന്നപ്പോഴത്തേക്ക് BP ശാന്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ട്രിവാൻഡ്രം സ്റ്റേറ്റ് കമ്മീഷന്റെ കേസായിരുന്നു. അത് ഡോക്ടർമാർക്കെതിരായിട്ട് കേസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നാഷണൽ കമ്മീഷൻ പോയി, നാഷണൽ കമ്മീഷൻ ഡിസ്മിസ് ചെയ്തു. Then the IMA joined as a litigant. They filed an OP before the National State Supreme Court, stating that these are all matters which require special skill and expertise. കോടതി പറഞ്ഞു no one is above law. അതിന് മെഡിക്കൽ എവിഡൻസ് വേണമെങ്കിൽ മെഡിക്കൽ എവിഡൻസ് എടുത്തോളും, എക്സ്പെർട്ടിനെ വിസ്തരിച്ചുള്ള എവിഡൻസ് എടുത്തോളും. സോ ഇറ്റ് ഹാസ് ബീൻ മേഡ് ക്ലിയർ ദാറ്റ് എനി സർവീസ് റെൻഡേർഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ് ആൻഡ് ഡോക്ടേഴ്സ് വിൽ കം വിത്ത് ഇൻ ദ ആംബിറ്റ് ഓഫ് ദി മെഡിക്കൽ, ഐ മീൻ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നൗ അതിലെ ആംബിഗ്യൂറ്റി കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ 2019 മെഡിക്കൽ നെഗ്ലിജൻസ് കേസസ് ഉണ്ടായിരുന്നു. വക്കീലന്മാരും പറഞ്ഞു. ഞാൻ തന്നെ 2 വക്കീലന്മാർക്ക് വേണ്ടി കേസ് നമ്മുടെ കൊല്ലത്തെ കക്ഷിയിൽ കൊടുത്താണ്. സോ വെരി മേക്ക് ഇറ്റ് എ പോയിന്റ്, നിങ്ങളുടെ കക്ഷികൾക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാതെ, ഒരു ഇഞ്ചുറി ഉണ്ടാകാതെ സൂക്ഷിക്കണം. അതർവൈസ് ദാറ്റ് വിൽ ടെൽ അപ്പോൺ യുവർ കരിയർ ആൻഡ് റെപ്യൂട്ടേഷൻ. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നെഗ്ലിജൻസ് വന്നു, ഗുഡ്സ് വന്നു, സർവീസ് വരുന്നു. ഈ സർവീസിന്റെ ഡെഫിഷ്യന്റ് സർവീസിന്റെ ഒരു വകഭേദമാണ്, ഒരു സബ്ക്ലാസ് ആണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഞാൻ പറയാതെ തന്നെ അറിയാം, നമ്മൾ കൺസ്യൂമേഴ്സ് ആയിട്ട് നമുക്ക് ഒരുപാട് നമ്മളവരുടെ എല്ലാം പരസ്യം കണ്ടിട്ട്, സ്കീം കണ്ടിട്ട്, ചില സോപ്പ് കണ്ടിട്ടാണ് നമ്മൾ പലതും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഞർക്കെടുപ്പ് പോകണമെന്ന് പറഞ്ഞാൽ അറിയാം, ഞർക്കെടുക്കാത്ത ഒരു കടക്കാരും എല്ലാവർക്കും ഞർക്കെടുപ്പാണ്. അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ട് ഡസ്റ്ററിന്റെ കേസ്. അത് നമ്മുടെ കൊല്ലത്തെ ഒരു അഭിഭാഷകൻ ദത്തൻ ഫയൽ ചെയ്ത കേസാണ്. പോലീസ് പാൾ അത് ഇത് ഫേസ്ബുക്കിൽ. എന്താന്ന് വെച്ചാൽ ദത്തൻ സം 2-3 years ബാക്ക് ഒരു ഓണ സമയത്ത് കണ്ടാണ് സ്കീമില് അന്ന് ഓഫർ ഉണ്ടായത്. ഡസ്റ്റർ കാർ വാങ്ങിക്കുന്നവരുടെ ഓണേഴ്സിന്റെ പേരുകൾ ഞറക്കിട്ട് അതിൽ നിന്ന് 5 പുതിയ ഡസ്റ്റർ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നു. ഓണേഴ്സിന് വാങ്ങിച്ചവരുടെ പേരിട്ട് 5 പേർക്ക് പുതിയതായിട്ട് കൊടുക്കുന്നു. ദസ്തന് വാങ്ങിച്ചു. അതിനുശേഷം പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടൊന്ന് വാച്ച് ചെയ്തു, അതിന് ഞറക്കി എടുത്തിട്ടോ. അപ്പൊ ഓണം കഴിയുമ്പോൾ ഞറക്ക് നമ്മൾ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ ഡിസംബർ വരും, ഒരു അനക്കവും ഇല്ല. പുള്ളി അവിടെ ഫോണിൽ അല്ലെ വിളിച്ച് ചോദിച്ചു കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞറക്കിട്ടായിരുന്നല്ലോ, ഞറക്കിട്ടതൊക്കെ കൊടുക്കുകയും ചെയ്തു. ആർക്കാണ് കൊടുത്തത് അതൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് അറിയത്തില്ല, ഇവിടെ അല്ല, ഹെഡ് ഓഫീസാണ്. സാറേ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ് സുധീർ സാറേ, ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്. വിത്തിൻ 2 minutes നമ്മളൊന്ന് കട്ടാവും. സാർ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോ. കട്ടാവുമ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസും ഒന്ന് റീ എൻട്രി ചെയ്യണം, സെയിം ID പാസ്വേഡ്. ശരി. ഓക്കെ. അപ്പൊ ഇനി ഡസ്റ്ററിന്റെ ഫാക്സ് ഞാൻ അപ്പൊ പറഞ്ഞാൽ മതിയല്ലോ, ഇപ്പൊ നിക്കല്ലേ, തീരുവല്ലേ? യെസ്. അപ്പൊ അങ്ങനെ ഡസ്റ്റർ ഇങ്ങനെ പുള്ളിക്കാരൻ ചോദിച്ചപ്പോ പേര്, അതിന്റെ അഡ്രസ് ഒന്നും കൊടുത്തില്ല, ആർക്ക് പ്രൈസ് കിട്ടിയെന്നോ എപ്പൊ ഞെറുക്കെടുപ്പ് നടത്തിയെന്നോ ഒന്നും കൊടുക്കാത്തത്. അദ്ദേഹം ഒരു ലോയർ നോട്ടീസ് അയച്ചു. വക്കീലല്ലേ, തെളിവില്ലല്ലോ.
നോട്ടീസ് അയച്ചപ്പോൾ അവർ മറുപടി പോലും കൊടുത്തില്ല. മറുപടി കൊടുക്കാത്തപ്പോൾ he feel aggrieved, he filed a complaint before the കൊല്ലം കൺസ്യൂമർ ഫോറം. ഇതാണ് സംഭവിച്ചത്. കൺസ്യൂമർ കോടതി വന്നപ്പോഴത്തേക്ക് നോട്ടീസ് പോയി. അവിടുന്ന് മാനേജറൊക്കെ വന്നു, സൂട്ടും സൂട്ടൊക്കെ വന്നു. മാനേജർ വന്ന് പറഞ്ഞു, ഇല്ല വി ഹാവ് ഡൺ ദറ്റ്, ഇത് ഞെറുക്കെടുപ്പ് നടത്തിയായിരുന്നു, ലക്കി ട്രിപ്പ് നടത്തി, ആൻഡ് 5 costs were also given. അപ്പൊ അതിന് ചോദിച്ചു ആർക്കൊക്കെ കൊടുത്തതിന് ഡീറ്റെയിൽസ് ഉണ്ടോ? ആ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങളുടെ ഇല്ല, അത് ഹെഡ് ഓഫീസാണ്. അപ്പൊ കുഴപ്പമൊന്നും മനസ്സിലായപ്പോഴത്തേക്ക് കംപ്ലൈനന്റ് എന്ത് ചെയ്തു? he filed an IAA directing the opposite parties to produce the list of the lucky owners who got the cars in the lucky scheme. അങ്ങനെ അവർ കൊണ്ടുവരണം. IAA ഇട്ടപ്പോൾ പിന്നെ വേറെ നിവൃത്തില്ല, അല്ലെങ്കിൽ അഡ്വൈസ് ഇൻഫറൻസ് എടുക്കത്തില്ലേ? അഡ്വൈസ് ഇൻഫറൻസ് എടുക്കുന്നതുകൊണ്ട് അവർ 5 പേരുടെ പേരും അഡ്രസ്സും കൊടുത്തു. ദത്തൻ വെറുതെ ഇരുന്നില്ല, അതിൽ പലരെയും കോൺടാക്ട് ചെയ്ത് ഒരാളെ കിട്ടി. ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഇങ്ങനെ രജിസ്റ്റർ ഫ്രീ ആയിട്ട് കിട്ടിയോ? എനിക്ക് ഫ്രീ ആയിട്ടും കിട്ടില്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചേക്കാം. എന്ത് ചെയ്തു? പിന്നെ വക്കീൽ ബുദ്ധിയിൽ എന്ത് ചെയ്തു? he was cited as a witness. അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാളെ വിറ്റ്നസ് ആയിട്ട് സൈറ്റ് ചെയ്ത് കോടതി കൊണ്ടുവന്നു. നിങ്ങൾ ഈ പറഞ്ഞതിനാള് ഇതാണല്ലോ ഇതിൽ പറഞ്ഞു, നിങ്ങൾക്ക് രജിസ്റ്റർ ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. രജിസ്റ്റർ ഫ്രീ ആയിട്ടല്ല കിട്ടിയത്, എനിക്ക് അങ്ങനെ സ്കീം കിട്ടിയിട്ടില്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ. പ്ലീസ് റീഎന്റർ ആഫ്റ്റർ ഡിസ്കണക്ഷൻ. പ്രമോദേ, പ്രമോദേ എല്ലാരും ഉണ്ടല്ലോ? അതാണ്. ഇപ്പം ഇനി ഒരു 10 പേരും കൂടെ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്തോ സാറേ, സ്റ്റാർട്ട് ചെയ്തോ. ശരി. സോ വെൽക്കം ബാക്ക്. അപ്പൊ ഡെസ്റ്റർ കേസ് അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒരു എവിഡൻസ് വന്നു. എവിഡൻസ് വന്നപ്പോ പിന്നെ കോടതി പറഞ്ഞു വാട്ട് എൽസ് ഈസ് റിക്വയർഡ്, എവിഡൻസ് ക്ലോസ്, ആർഗ്യുമെന്റ് അഡ്വാൻസ്ഡ്, ഫൈനലി ജഡ്ജ്മെന്റ് ഹാസ് ബീൻ പ്രൊനൗൺസ്ഡ്, ബൈ വിച്ച് നമ്മുടെ അഭിഭാഷക സഹോദരന് 2 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ കൊടുത്തത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഇതാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ ഉണ്ടെങ്കിൽ എന്തെല്ലാം സ്കീം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് ഓരോന്ന് വാങ്ങിക്കുകയും കൊടുക്കുകയും അവരെ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന സർവീസ് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു, സ്കീം ഉണ്ട്, ഞെറുക്കെടുപ്പുണ്ടെന്ന്. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സ്കീം ഉണ്ടെന്ന് പലതും പല കമ്പനിക്കാരുടെ സ്കീം ഉണ്ടെന്ന് പറയുന്നത് അഡ്വർടൈസ് ചെയ്യുന്നത് എല്ലാ അഡ്വർടൈസ്മെന്റിലാണ്. അഡ്വർടൈസ്മെന്റിൽ ഒരു നമ്മളെ അട്രാക്ട് ചെയ്യുന്ന വേറെ ഘടകം കൂടെ ഉണ്ട്. ദേ ആർ ഓൾ മേക്കിംഗ് ദീസ് അഡ്വർടൈസ്മെന്റ് ബൈ അവൈലിംഗ് ദ സർവീസ് ഓഫ് അനദർ എൻഡോസർ. എൻഡോസർ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിംഗിന് വിധേയമാകുന്ന പരസ്യക്കാരൻ. ആരായിരിക്കും മിക്കവാറും ഇതിൽ എൻഡോസർ? ആരായിരിക്കും? പരസ്യത്തിൽ വരുന്ന എല്ലാ സെലിബ്രിറ്റീസ് ആയിരിക്കും. സെലിബ്രിറ്റീസ് ആയിരിക്കും. നമ്മൾ അവരെ കണ്ടുകൊണ്ടല്ലേ, അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം വാങ്ങിക്കുന്നത്, കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഇപ്പം കല്യാൺ ജുവലേഴ്സിന്റെ ആരാണ് ബ്രാൻഡ് അംബാസഡർ? പൃഥ്വിരാജ്, അല്ലെ അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ മഞ്ജു വാര്യർ. പല പിന്നെ ഫ്ലാറ്റ് നമ്മൾ അപ്പാർട്ട്മെന്റ് കാണിക്കുന്ന ഒരു സാമ്പിൾ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് കൊച്ചിൻ കായലിന്റെ സൈഡിൽ ഒരു സാമ്പിൾ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് അവിടെ നിന്നുകൊണ്ട് പാടുന്നതും യോഗ ചെയ്യുന്നതൊക്കെ കണ്ടാണ് നമ്മൾ അതിന്റെ മാസ്മരികത കണ്ടാണ് വായിക്കുന്നത്. യഥാർത്ഥം എന്നിട്ട് പൈസ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നേ? പൈസ വാങ്ങിച്ചിട്ട് ബിൽഡർ പണിയെ പകുതിയാക്കി തീർത്തും ബാക്കി കംപ്ലീറ്റ് ചെയ്തില്ല, പൈസ കിട്ടത്തില്ല, ബിൽഡറുടെ അഡ്രസ് പോലില്ല. അപ്പം ഈ ബിൽഡർ മാത്രമാണോ ലയബിലിറ്റി ഉള്ളത്? we are attracted not only by the offer or promise made by the builder but or the manufacturer, but we are attracted, we are trapped to this offer by an act or gesture of a celebrity അല്ലെങ്കിൽ അതേപോലെ ഒരാള്. So the 2019 act പറയുന്നത് such a endorser is also liable for false or misleading advertisement. മനസ്സിലായിരുന്നോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ. അവര് പോലും അറിഞ്ഞിട്ടില്ല. ഇനി വളരെ സൂക്ഷിച്ചേ കാണത്തുള്ളൂ. ഷാരൂഖ് ഖാനെ കാണുന്നു, നമ്മള് അമിതാഭ് ബച്ചനെ കാണുന്നുണ്ട്, മഞ്ജു വാര്യരെ കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വായിക്കുന്നത്. ലേറ്റർ ഓൺ ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമർ ഈസ് ഡിഫക്റ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പെർഫോമൻസോ വല്ല വന്നാലോ, അല്ലെങ്കിൽ സർവീസ് ഡെഫിഷ്യന്റ് ആയാലോ, അല്ലെങ്കിൽ ഡിലേഡ് കൺസ്ട്രക്ഷനോ ഡിഫക്റ്റീവ് കൺസ്ട്രക്ഷനോ ആയാലോ, അല്ലെങ്കിൽ നോൺ പെർഫോമൻസോ കോൺട്രാക്ട് ആയാലോ, സച്ച് endorser is also liable, and the liability as per section 21 is up to a maximum of 10 lakhs rupees. See how powerful it is now, Consumer Protection Act. Mansailo, this is the backdrop of the Consumer Protection Act. So it covers basically goods, services, unfair trade practice, then negligence. Then the question is, who is a consumer? Who is a consumer? A person buys goods for consideration. നമ്മൾ കാശ് അവൈൽ ചെയ്യുന്ന സർവീസ് കാശ് കൊടുത്ത് വാങ്ങിച്ചത് എല്ലാവരും കൺസിഡറേഷൻ. ഒരു ബേസിക് എലമെന്റ് ഉണ്ട്, ദ ഗുഡ്സ് പർച്ചേസ് മസ്റ്റ് ബി ഫോർ എ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്താന്ന് പറയാമല്ലോ? വാല്യൂ, പ്രൈസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ആൾറെഡി പെയ്ഡ്,
It can be partly paid. It need be promised to pay. നാളെ തരാമെന്ന് പറഞ്ഞ് പൈസ തന്നിട്ട് ആ സാധനം മോശമാണെന്ന് പറഞ്ഞിട്ട് പൈസ തരാത്തതുകൊണ്ട് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. So consideration can be paid, partly paid or promised. Then ഇതിനെന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ ബേസിക് പാരാമീറ്റേഴ്സ് കൺസ്യൂമറിന്റെ സ്റ്റാറ്റസിൽ സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ച, ഗുഡ്സ് വാങ്ങിച്ച, സർവീസ് അവൈലബിൾ എല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്. എക്സെപ്ഷൻസ് the consumer must be the real consumer. Promote the next please. Real consumer. He must be the consumer. If a person buys goods for resale, ഒരു ഹോൾസെയിലർ വാങ്ങിച്ചു, കുറെ ഗുഡ്സ് വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്നു, അതിനുശേഷം അയാൾ റീസെയിൽ ചെയ്യാണ്, റീറ്റെയിലർ കൊടുക്കുകയാണ്, ആ സാധനം ഡിഫക്റ്റീവ് ആണ്. ആ ഹോൾസെയിലർ ഈസ് നോട്ട് എ കൺസ്യൂമർ ബിക്കോസ് he has purchased the goods not for his consumption but as a matter of his business for resale, or otherwise it is called for commercial purpose, such a huge quantities purchase. അയാൾക്ക് റെമഡി ഇല്ലെന്നല്ല, he has a remedy to appropriate civil suit കൊടുക്കാം, അയാൾ കേസ് കൊടുത്ത് സിവിൽ കേസ് കോർട്ട് കേസ് കൊടുത്തോട്ടെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആക്ച്വൽ കൺസ്യൂം ചെയ്യുന്ന പാവപ്പെട്ട ഇന്നസെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പൂർ കൺസ്യൂമേഴ്സ് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ്. സോ ദെയർ ഹി ക്യാൻ റിസോർട്ട് ടു പ്രൊസീഡിങ്സ്. അവിടെ കമേഴ്സ് പർപ്പസിന് വേണ്ടി വരത്തില്ല, റീസെയിലിന് വേണ്ടി വാങ്ങിക്കുന്ന ആളുകൾ. ദാറ്റ് ഈസ് ദ കേസ് വിത്ത് സർവീസ് ഓൾസോ. സർവീസ് അവൈൽഡ് മസ്റ്റ് ബി ഫോർ കൺസിഡറേഷൻ. ടോക്കൺ ഓഫ് എമൗണ്ടോ രജിസ്ട്രേഷൻ ചാർജോ അതൊന്നും കൺസിഡറേഷൻ ആവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടീസ്, അത് ഞാൻ അതിലോട്ട് വരികയാണ്. അതിൽ ഗുഡ്സ് പർച്ചേസ് ഫോർ ലൈവ്ലിഹുഡ് പർപ്പസ് ആണ് ഞാൻ ഒരു ചോദ്യം ചെയ്യുന്നത്. ഒരാള് ഒരു ലൈസൻസ് ഉള്ള മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ള 4 വീലർ ഓടിക്കാൻ ലൈസൻസ് ഉള്ള ആള്, അയാൾ നിത്യജീവനത്തിന് വേണ്ടി ഒരു ടൂറിസ്റ്റ് ടാക്സി വാങ്ങിക്കുന്നു, ടാക്സി പർപ്പസ് കോട്ടയിൽ വാങ്ങിക്കുന്നു. ആ കാറിന് ഡിഫക്റ്റ് വന്നു. Whether he can file a case against the company as a consumer, or whether the company can contend that he has purchased his goods for his commercial purpose. Law says no, because whatever he has purchased as a matter of his livelihood, nothing to do with the commercial purpose. He is not a fleet owner. He is not a tour operator. He has purchased this car for his means of livelihood. DTP standard എടുത്ത് നടത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പ്രിന്റിംഗ് പ്രസ് എടുത്താണ് ഒറ്റ ആള്, രണ്ടുപേര് അല്ലെ അതിക്കുള്ള ആളില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമേഴ്സ്യൽ പർപ്പസ് വരുത്തില്ല. അപ്പം കൺസ്യൂമറുടെ എക്സെപ്ഷൻസ് ആണ് കമേഴ്സ്യൽ പർപ്പസ്. ആ കമേഴ്സ്യൽ പർപ്പസിന്റെ എക്സെപ്ഷൻ ആണ് ഇഫ് ഇറ്റ് ഈസ് പർച്ചേസ് ഫോർ ലൈവ്ലിഹുഡ്. സിമിലർലി സർവീസിൽ എന്തൊക്കെയാണ് എക്സെപ്ഷൻ? സ്റ്റാറ്റ്യൂട്ടറി സർവീസ് റെൻഡേർഡ് ബൈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ പബ്ലിക് ആക്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്നു, യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്നതിനകത്ത് എന്തെങ്കിലും പോരാൻ വേണ്ടി യു കനോട്ട് ഫയൽ എ കേസ് അഗൈൻസ്റ്റ് യൂണിവേഴ്സിറ്റി because university is rendered statutory service. Whereas കോളേജിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കോളേജ് വാങ്ങിച്ചെന്നോ മറ്റേ ക്ലാസ് ഇല്ലെന്നോ, you can verify that it is against the college manager but not against the university. It is a statutory law. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് കൺസ്യൂമർ ആക്ടിന്റെ പരിധി വരുത്തില്ലെന്ന് വരുത്തുന്ന 2 വ്യൂസ് ഉണ്ട്. ഇപ്പോഴും ശരിക്കും നമ്മുടെ ദാറ്റ് ഈസ് എ എന്താ പറയുന്നത് സ്റ്റിൽ അണ്ടർ ചലഞ്ച്. I am of the view that the service rendered by government hospitals, because they are giving service as a matter of the statutory liability of the government ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് സർവീസ്, അതിന്റെ കൺസിഡറേഷൻ. So these are all the exceptions. So though the consumer must be a person who purchases goods or avails service for consideration, and the exceptions are if it is for resale or for commercial purposes. Next please. What is a complaint? എന്താണ് കംപ്ലൈന്റ്? കംപ്ലൈന്റ് എഴുതുന്നതിന് അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെ പറയാം. ഈ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് വരുന്നതായിരിക്കത്തില്ല. കംപ്ലൈന്റ് എന്താ വെച്ചാൽ വാട്ട് ഇസ് എ കംപ്ലൈന്റ്? കംപ്ലൈന്റ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് സിംപ്ലി an allegation that the goods purchased by the consumer is defective, or the service availed by the consumer is defective, deficient, or there is some unfair trade practice, or trade has charged excess price വാങ്ങിച്ചു, അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന പോലെ ഇല്ല. പിന്നെ ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് goods are hazardous to life. നമ്മുടെ ഹസാഡസ് ആയിട്ടുള്ള ജീവന്റെ ഭീഷണിയുള്ള സാധനം മറച്ചു വെച്ചുകൊണ്ട് തത്വം അല്ലെങ്കിൽ നോംസ് സേഫ്റ്റി കംപ്ലൈ ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഓർഡർ 7 ഓർഡർ 8 പോലെ ഒരു പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഇല്ല, അതിന് കോസ് ഓഫ് ആക്ഷൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പ്രയർ കറക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ ലിമിറ്റേഷന്റെ പ്രത്യേകം റീഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം law never expects a consumer complaint to be drafted and filed through an advocate. Any innocent consumer can straight away file a complaint by writing his grievances in a plain paper. Of course, it must be supported by the document. സുധീർ ബോസ് സാറ് തന്നെ അൺമ്യൂട്ട് ചെയ്തെങ്കിലേ പറ്റൂ സാറ്.
മ്യൂട്ട് ചെയ്തു. അതാ. ഹാൻഡ് ഫ്രീയുടെ ജാക്ക് ഒന്ന് നോക്കിയാൽ ഹാൻഡ് ഫ്രീയുടെ ജാക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ജാക്ക് അനങ്ങി കാണും. അല്ല ഫോണില് കണക്ട് ചെയ്തിരിക്കുന്നു. ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്നു. സാർ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അൺമ്യൂട്ട് ചെയ്താൽ മതി. സാറ് മ്യൂട്ടാണ്. സാർ ഇപ്പോഴും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഇപ്പൊ ശരി. ഇപ്പൊ ശരി. ഇപ്പോഴോ ഓക്കെ ഓക്കെ ആയല്ലോ. അപ്പൊ കൺസ്യൂമർ കംപ്ലൈന്റ് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ കേട്ടല്ലോ. കംപ്ലൈന്റ് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒന്നുമില്ല, ഒരു പ്രത്യേകിച്ച് ഫോർമാലിറ്റി ഇല്ല. എന്താണ് വാങ്ങിച്ച ഗുഡ്സിന്റെ ഡിഫക്റ്റ്, അല്ലെ എന്താണ് സർവീസ് കുഴപ്പം, അല്ലെ എന്താണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് നടത്തിയത്, ഇത്ര മാത്രം പറഞ്ഞാൽ ഓക്കെ. അപ്പൊ അതിന് കാര്യമില്ല. ദെൻ ഇനിയിപ്പോ റിഗാർഡിംഗ് ദി ലയബിലിറ്റി പാർട്ട്, നമ്മൾ ആരെ ഓപ്പോസ് പാർട്ടി ആയിട്ട് ചേർക്കുന്നത്? ഓപ്പോസ് പാർട്ടി ആയിട്ട് ചേർക്കുന്നത് ആ ഗുഡ്സിന്റെ മാനുഫാക്ചറർ, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ, അല്ലെങ്കിൽ ട്രേഡറെ ചേർക്കും. നമ്മുടെ എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് അറിയാം? ദി ലയബിലിറ്റി, നെക്സ്റ്റ് പ്ലീസ്, ദി ലയബിലിറ്റി ഓഫ് ദി മാനുഫാക്ചറർ. We are all under the wrong notion that the liability of the manufacturer is liable only to the warranty period. That's a wrong conception. Warranty period, what is warranty period? It is a agreement for service, free service during that period. എന്ന് വിചാരിച്ചിട്ട് എക്സ്റ്റൻഡഡ് വാറന്റിക്ക് പൈസ കൊടുക്കണം. അതിനുശേഷമാണെങ്കിൽ പോലും കിട്ടുന്നുണ്ടോ? അതിനുശേഷമാണെങ്കിലും മാനുഫാക്ചർക്ക് ലയബിലിറ്റി ഉണ്ട്. Defects, especially when if it is a manufacturing defect. For example, ഇപ്പൊ കാർ വാങ്ങിക്കുന്നു, കാറിന്റെ ഒരു ആവറേജ് ലൈഫ് എത്രയാണ്? ഒരു 15 വർഷം അല്ലെ 10 വർഷം. 15 വർഷം, 2 വർഷമേ സർവീസ് ഉള്ളൂ, അല്ലെ എക്സ്റ്റൻഡഡ് വാറന്റി 4 വർഷം കഴിഞ്ഞു. ഈ സർവീസ് വാറന്റി പീരീഡിൽ മാനുഫാക്ചർ തീർച്ചയായിട്ടും നമുക്കുള്ള എഫക്റ്റ് മാറ്റി തരണം. എന്ന് വെച്ചിട്ട് വാറന്റി പീരീഡ് കഴിഞ്ഞ് മാറ്റി തരണം. കേൾക്കാം. മനസ്സിലായി? ഡിയോ ഒക്കെയാണ് എല്ലാ സർവീസ് സപ്പോർട്ടും ഡീലർ കൊടുക്കുന്നത്. വാറന്റി സർവീസ് ഉള്ള സാധനങ്ങൾ പല ട്രേഡേഴ്സും ആംബേ അത് ഭയങ്കര കോസ്റ്റ് കൊടുത്താണ് വാങ്ങിക്കുന്നത് ആംബേയുടെ. പക്ഷേ ആംബേ തരുന്ന പാക്കറ്റിലെ റാപ്പിൽ നോക്കിയുള്ളൂ മാനുഫാക്ചർഡ് ഫോർ ആംബേ എന്നാണ് പറഞ്ഞത്. മാനുഫാക്ചർഡ് ബൈ ആംബേ. Then who is the manufacturer? അപ്പൊ മാനുഫാക്ചറുടെ നെയിമും അഡ്രസ്സും ഡീറ്റെയിൽസും ഉള്ള സാധനമേ ഡീലർ വിൽക്കാവൂ. അല്ലെങ്കിൽ അതല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ്. അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അതിന് ലയബിലിറ്റി ടു ദി ഡീലർ ഓൾസോ. There is liability for the dealer. So don't be under the impression that manufacturer has liability till the warranty period only. Warranty period മാത്രമല്ല, അതിന് ശേഷവും. Next please, who can file a consumer complaint? Our complaint file ചെയ്യാം, consumer complaint file ചെയ്യാം. Any person who is aggrieved by the defective goods or service, he can file a consumer. Even the beneficiary can also file a consumer complaint. For example, നമ്മൾ ഇവിടുന്ന് ഒരു കൊറിയറിൽ കണ്ടൻസ് അയക്കുന്നു, ബോംബെയിലോട്ട് അയക്കുന്നു. അവിടെ കിട്ടേണ്ടതാണ്, ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ പിന്നെ കോളേജിലെ ഫീസാണ്, അല്ലെങ്കിൽ ഒരു ബുക്കാണ്, എക്സാമിനേഷന്റെ മെറ്റീരിയൽസ് ആണ്, കിട്ടുന്നില്ല. ദി റിസീവർ ഇസ് എ ബെനിഫിഷ്യറി. ഹി ക്യാൻ ഓൾസോ ഫയൽ എ കംപ്ലൈന്റ്. ഓർ നമ്മുടെ പേരിൽ ഒരു പോളിസി എടുക്കുന്നു, പോളിസിയുടെ പ്രപ്പോസർ ഫാദറാണ്, പോളിസി ആരുടെ പേരിലാണ്? മകന്റെ പേരിലാണ്. മകൻ ആ പോളിസി പ്രകാരമുള്ള സർവീസ് കിട്ടിയില്ല. He can also file it because he is a beneficiary as per that policy. He can also prefer a complaint. So he is also a step into the shoes of the consumer. Likewise, a voluntary consumer association. For example, ഇപ്പൊ നമ്മൾ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരുപാട് ഫ്ലാറ്റ് ഉണ്ട്, അവിടെ ഒരു നാച്ചുറലി ഒരു അസോസിയേഷൻ കാണും. അവരുമായിട്ട് ബിൽഡറുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്, ഡിലേഡ് കൺസ്ട്രക്ഷനോ ഡിഫക്റ്റീവ് കൺസ്ട്രക്ഷനോ അതിനുശേഷമുള്ള ആഫ്റ്റർ സെയിൽ സർവീസോ കിട്ടുന്നില്ലെങ്കിൽ the consumer association can prefer a complaint on behalf of each and every joint and several liability. Then status of the consumer while the litigation is pending. Civil case പോലെ തന്നെ a death of a consumer while the consumer died after the filing of the consumer case, necessarily, naturally, legally, its legal case can proceed with the complaint. അല്ലാതെ അതൊരു അവിടെ കൊണ്ട് തീരുമെന്ന് വിചാരിക്കണം. Proceed with the complaint. We can very well continue the complaint by filing, by incorporating, by embedding the legal case. Then comes the question jurisdiction. എവിടെയാണ് ഫയൽ ചെയ്യുന്നത്? അത് നമ്മുടെ CPC പോലെ, where the defendant resides for the carries on business,
where the opposite party resides or carries on business. അവിടെ നമുക്ക് ഫയൽ ചെയ്യാം. അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിസൽ കമ്മീഷൻ ഇപ്പൊ ഇനി കമ്മീഷൻ ഇപ്പൊ ഇതുവരെ ഫോറോ എന്നാണ് പറയുന്നത്. 2019 പുതിയ ആക്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി റീനെയിംഡ് ആസ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിസൽ കമ്മീഷൻ. ഹിയർ ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിസൽ ഫോറം. അറിയാമല്ലോ. So the constitution, it shall consist of a president and 2 members, and the president shall be necessarily from the judiciary. So അതിനെപ്പറ്റി ഒന്നും നമുക്ക് അതിൽ ഡിസ്പ്യൂട്ട് ഉള്ള കാര്യങ്ങൾ. Then the next question അവരുടെ jurisdiction ആണ്. Jurisdiction. അപ്പം എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത് where the opposite party resides or carries on business. അവിടെയാണ് territorial jurisdiction. Then pecuniary jurisdiction എത്രയാണ്? Pecuniary jurisdiction പുതിയ ആക്ട് അനുസരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 20 lakhs ആണ്. പുതിയ ആക്ട് അനുസരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ 2019 ആക്ട് നിലവിൽ വന്നാൽ up to matters involving rupees up to 1 crore you can prefer a complaint before the local district commission. See, ഒന്ന് ആലോചിച്ച് ഏത് കോടതിക്കുണ്ട് ഇത്രയും പെക്യുനറി ജൂറിസ്ഡിക്ഷനിൽ? നമ്മുടെ ഒരു സബ് കോടതിക്കോ മുനിസിപ്പൽ കോടതിക്കോ ഉണ്ടോ? 1 കോടി രൂപ വരെയുള്ള മാറ്റേഴ്സ് അജിറ്റേറ്റ് ചെയ്യാൻ ഡിസ്ട്രിക്ട് കമ്മീഷൻ. above 1 crore up to 10 crore state commission. We have state commission Trivandrum. Then above 10 crore original jurisdiction national commission Delhi. Okay. Next, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലൈന്റ് എവിടെ ഫയൽ ചെയ്യാമെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് പാർട്ടി റെസിഡൻസ് ഓർ കാരിയസ് ഓൺ ബിസിനസ് ഓർ കംപ്ലൈനന്റ് ആക്ച്വലി ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് കംപ്ലൈനന്റ് എവിടെയാണോ താമസിക്കുന്നത്, നേരത്തെ ഓപ്പോസിറ്റ് പാർട്ടീസ് എവിടെയായിരുന്നു അതാണ് ബേസിക് ലോ. വേർ ദ ഓപ്പോസിറ്റ് പാർട്ടി റെസിഡൻസ് ഓർ കാരിയസ് ഓൺ ബിസിനസ്. CPC-ലാണെങ്കിലും സിവിൽ സൂട്ടിലാണെങ്കിലും ഡിഫറെന്റ് ആണ്. പ്ലെയിൻറ്റിഫ് താമസിക്കുന്നില്ല. ഒറിജിനലി 86 ആക്ടിനകത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ ഡൽഹിയിൽ ടൂർ പോയി, അവിടെ നിന്ന് പോയപ്പോൾ ഒരു ആന്റിക്ക് വാങ്ങിച്ചു. കൊല്ലത്തുണ്ട് തുറന്നു നോക്കിയപ്പോഴാണ് മോശമായിപ്പോയി, ചീത്തയായിപ്പോയി, പറഞ്ഞ സാധനമല്ല. Whether I should go to Delhi and file a case. Law now says, no, you need not go to Delhi. You can very well prefer a complaint in Kollam against the opposite party at Delhi. കാരണം എന്തുകൊണ്ടാണ്? 2 കാര്യമുണ്ട്. Cause of action wholly or in part arises കൊല്ലത്തുണ്ട്. I belong to Kollam, I travel from Kollam, and I purchased from Delhi. So cause of action കുറച്ച് അവിടെയുണ്ട്, കുറച്ച് ഇവിടെയുണ്ട്, അങ്ങനെയും ഉണ്ട്. ആ ആസ്പെക്റ്റിലും the consumer can very well prefer a complaint where he actually voluntarily living or residing or carrying on business. So this is the procedure. Consumer വന്നു, consumer complaint. ആരാണ് കൺസ്യൂമർ? കൺസ്യൂമർ കംപ്ലൈന്റ് ഫയൽ. കംപ്ലൈന്റ് എവിടെ ഫയൽ ചെയ്യണം മനസ്സിലായി. ഇനി അടുത്ത് എന്താണ് പ്രൊസീജിയർ? എന്താണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള പ്രൊസീജിയർ? കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള പ്രൊസീജിയർ ഓപ്പോസിറ്റ് പാർട്ടിക്ക് നോട്ടീസ് അയച്ചു. നെക്സ്റ്റ് പ്ലീസ്. ഓപ്പോസിറ്റ് പാർട്ടിക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടീസ് വരണം. വന്നിട്ട് ഒരു കാര്യം അവർക്ക് പറയാം, പുതിയ ഐറ്റംസ് എന്താണ് വരുമ്പോഴേ പറയാം. there is a scope of settlement, matter settlement. Okay, well and good. സെറ്റിൽമെന്റ് ഉണ്ടോ? matter can be referred to mediation if both parties agree. ഉടൻ തന്നെ മീഡിയേഷൻ. ഇപ്പൊ നമ്മുടെ കൊല്ലം ഫോറത്തിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ചൊവ്വാഴ്ചയും ഉച്ച കഴിഞ്ഞ് മീഡിയേഷൻ ആ കോടതി തന്നെ മീഡിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ മീഡിയേഷൻ കൂടാതെ. Now law says that it can be referred to mediation if both parties agree. എന്നിട്ട് അവർ എന്റെ കൺസെന്റ് കൊടുക്കണം. അങ്ങനെ മീഡിയേഷൻ ആയിട്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മീഡിയേഷൻ ആയിട്ട് സെറ്റിൽ ചെയ്യില്ലെങ്കിൽ ഉടൻ പറയും കോടതി, ഉടൻ പറയും you have to file version within 30 days. The statutory period is 30 days. It can be extended for a further period of 15 days. That means the total period for filing the version is 45 days only. My humble request to my advocate fraternity, bear in mind that this period of 30 or 45 days shall not be extended as per law. There is no provision. So, and the result എന്താണ്? If no version, നമ്മളിപ്പോ സിവിൽ കോടതി എന്താണ് ഫസ്റ്റ് ഫയൽ ചെയ്യാൻ പറയുന്നത്? പുതിയ അമെൻഡ് CPC പ്രൈസ് ഫോർ ടെസ്റ്റ്മെന്റ്, പിന്നെ പ്രൈസ് അവസാനം നോ പതിന്റെ വരെ പറഞ്ഞ അപ്ലൈസ്, എന്നിട്ട് ഫയൽ എന്ന് പറയും. അന്ന് ഫയൽ ചെയ്തില്ല, അടുത്ത പ്രാവശ്യം എക്സ്പാർട്ട് ചെയ്യുമ്പോൾ അതും 10 കൊടുക്കും. No such play here. If no version is filed within the statutory period of 30 days or 45 days, the court can proceed with the case on SPART. SPART എന്താ പ്രശ്നം? SPART കഴിഞ്ഞാൽ എല്ലായിടും SPART നമുക്കൊന്നും പേടിക്കാല്ല. 10 days SPART ഏത് കോടതി? സിവിൽ കോടതി. Here there is no provision to set aside SPART. അപ്പോൾ bear in mind, advocates appearing for the opposite parties has to see that they have filed their version within the maximum period of 30-45 days. If not, you will be declared as party. If you are declared as party, there is no provision to set aside as party. ഇത് പ്രതി മാത്രമല്ല സന്തോഷിക്കേണ്ടത്,
വാദിക്കുന്നുണ്ട്, കംപ്ലൈന്റ് ഉണ്ട്. If the complaint is dismissed for default, then also there is no provision to restoration. ഇതാണ് ഈ കേസിനകത്ത് ഈ ആക്ടിന്റെ ഏറ്റവും വലിയ ലാക്കുണ. അത് ലെജിസ്ലേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടാണോ അതോ മനഃപൂർവ്വമാണോ ഇത് സാധാരണക്കാരന്റെ പാവപ്പെട്ട കൺസ്യൂമേഴ്സിന് വേണ്ടി നിർത്തിക്കൊണ്ടുകൊണ്ട് അതുകൊണ്ട് 30 കേസ് ഫയൽ 3 മാസം കേസ് എടുക്കണമെന്നുള്ള കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും സോ ഫാർ ദർ ഇസ് നോ പ്രൊവിഷൻ ടു പ്രൊവൈഡ് ടു സെറ്റ് അസൈഡ് ആസ് പാർട്ടി. അങ്ങനെയാണ് പുതിയ ആക്ട് വരാൻ നേരത്ത് നമ്മുടെ മന്ത്രി MP പ്രേമചന്ദ്രനൊക്കെ മെമ്മോറാണ്ടം കൊടുത്താണ്. ഇതിന്റെ ഡിസ്കഷൻ വരുമ്പോൾ നിങ്ങൾ എക്സ്പാർട്ടി സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൂടെ വരുത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മെമ്മോറാണ്ടം പ്രസിദ്ധപ്പെടുത്തെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പൊ ഒരു ചെറിയൊരു ആശ്വാസം, ദർ ഇസ് പവർ ഫോർ റിവ്യൂ. സോ നേരത്തെ നാഷണൽ കമ്മീഷൻ മാത്രമേ ഉള്ളായിരുന്നു അണ്ടർ സെക്ഷൻ 61. ഇപ്പം സ്റ്റേറ്റ് കമ്മീഷനും ഡിസ്ട്രിക്ട് കമ്മീഷനും പവർ ഫോർ റിവ്യൂ ആണ്. സോ ദ only vague feeble remedy when there is you are declared as party, you can file a petition to review the order stating that ingane pattipo angane pattipo. യഥാർത്ഥ റിവ്യൂവിന്റെ സ്കോപ്പ് എന്താണ്? Review can be entertained only when there is an apparent error on the face of the record. Apparent error on the face of the record എന്ന് കോടതിയുടെ ഭാഗത്ത് പറഞ്ഞാൽ കോടതി ഇഷ്ടപ്പെടുമോ? ചൊറിയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ കാല് പിടിച്ച് പറയും ഇല്ല, പ്രപ്പസിൽ തെറ്റിപ്പോയതാണ്, അവധി മാറിപ്പോയതാണ്. ഓപ്പോസ് പാർട്ടിയും കൊണ്ടൊന്ന് കാല് പിടിച്ച് കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ റിവ്യൂവിൽ അംഗീകരിക്കാം. അതും റിവ്യൂ നടപ്പിൽ വന്നിട്ടില്ല. സോ ഈ വക്കീലന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ആക്ടിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട അപകടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ version should be, version means our testament, it is called version. It should be filed within the statutory period of 45 days, failing which there is every chance of declaring as party. And if you are declared as party, or if your complaint is dismissed for default, there is no provision to restoration or setting aside as party. Okay, that അങ്ങനൊന്നുമില്ല. നമ്മൾ വർഷം ഫയൽ ചെയ്തു. വർഷം ഫയൽ ചെയ്ത ശേഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിഫക്റ്റീവ് ഗുഡ്സ് വേണ്ട നെക്സ്റ്റ് പ്ലീസ് പ്രമോദ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഗുഡ്സ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടയറിന്റെ ഡിഫക്റ്റീവ് ഗുഡ്സ്, പിന്നെ ടിവിയുടെ ഇലക്ട്രോണിക്സ് ഗുഡ്സ്, മെക്കാനിക് ഗുഡ്സ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു എവിഡൻസ് വേണ്ടേ? പല ആൾക്കാരും കോടതിയിൽ കൺസ്യൂമർ കോടതി കൊണ്ടുകൊടുത്ത് അവിടെ വന്ന് കരയും പറയും, അവതായൊക്കെ പറയുന്നത് കേട്ട് അവർ കഴിക്കുന്നു, അതെല്ലാം കേട്ടോണ്ട് കോടതിക്ക് അനുവദിക്കാൻ പറ്റുന്ന. ദി കോർട്ട് വാണ്ട് ദ evidence, especially in case of defective goods. What is evidence? There must be some expert evidence. അത് ആ എക്സ്പെർട്ട് എവിഡൻസിന്റെ ഭാഗമായിട്ട് ഒന്നിലെ ഓപ്ഷൻസ് ഈ സാധനങ്ങൾ അനാലിസിസിന് വേണ്ടി ലാബിലോട്ട് അയക്കാം. ഫോർ എക്സാമ്പിൾ ടയറുമായിട്ട് ടയറിന്റെ ലാബ് നമ്മുടെ കോട്ടയത്തുണ്ട്. അപ്പൊ ടയർ വെട്ടി തേഞ്ഞു, അത് മാനുഫാക്ചറിന്റെ പറ്റാണെന്ന് ലാബിൽ അയച്ച് പരിശോധിക്കണം. ആര് ചെയ്യണം? കംപ്ലൈനന്റ് ചെയ്യണം. അങ്ങനെ എക്സ്പെർട്ടിനെ അയക്കണം. അത് കണക്കാണ് ഇപ്പം കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് ഡിഫക്റ്റീവ് ആണ്. Who has to prove? Burden of proof is on whom? The complainant has to prove. So a complainant can very well seek the service of an expert engineer, surveyor or valuer. Valuer എന്തിനാണെന്നറിയാവും? എത്ര രൂപ വാങ്ങിച്ചു, എത്ര രൂപയുടെ പണി നടന്നു, അതനുസരിച്ചിട്ടാണ് ബാക്കി പൈസ. അപ്പൊ ഇതിനൊക്കെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം, എവിഡൻസ് വേണമെങ്കിലും, അല്ലെങ്കിൽ ഗുഡ്സിന്റെ സാമ്പിള് പരിശോധിക്കണമെങ്കിൽ എവിഡൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ നടപടികൾ ചെയ്തു വേണം. നമ്മുടെ പ്രീ ട്രയൽ സെക്ഷൻ പലരും ചെയ്യും. പലരും വന്നിട്ട് എവിഡൻസ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ചുമ്മാ ഒരു ഇൻട്രസ്റ്റഡ് ടെസ്റ്റിമണി അപ്ഡേറ്റ് കൊടുക്കും. That will be challenged with tooth and nail by the opposite party. So if so, there is no clinching, connecting evidence to win the case of the consumer. Next, please. അതുപോലെ അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്. നമ്മളിവിടുത്തെ ടി വിയെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. ടിവിക്ക് കുഴപ്പമുണ്ട്, വെച്ചിട്ട് പഠിച്ചു പോയി. എങ്ങനെ പറയും? അവർ വന്ന് ടി വി കുഴപ്പമൊന്നുമില്ല, വെച്ചിട്ട് പഠിച്ചില്ല, അവരുടെ വേറെന്തോ കുഴപ്പം കൊണ്ടാണ്, ഇവർ തറയെ വീണ് പൊട്ടിച്ചാണെന്ന് പറയും. We say that we seek to maintain that there is manufacturing defect. So ഒരു പാനൽ വെച്ചിട്ടുണ്ട്. കൊല്ലത്താണെങ്കിൽ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സിനെ അവർ പരിശോധിക്കണം. അവർക്ക് പാറ്റേൺ അടച്ചവർ പരിശോധിക്കണം. അവർ പരിശോധിച്ച ശേഷം അവർ they will give a report whether the goods purchased by you is suffering from any technical manufacturing defect or not എന്ന് പറയും. ആ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ we are supposed to proceed with our case. Then ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താല് ഇപ്പോഴത്തെ കാലത്ത് 3 മാസത്തിനകം കംപ്ലൈന്റ് ഡിസ്പോസ് ചെയ്യണമെന്നാണ്. പ്രമോദ് നെക്സ്റ്റ് പ്ലീസ്. അപ്പൊ അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 3 മാസമാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ടാണ് 30 ദിവസത്തിനകം നിങ്ങൾ ദോഷം ഫയൽ. അപ്പൊ അനാവശ്യമായി നീട്ടിക്കൊണ്ട് പോയാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ടെൻഡൻസി ഉണ്ട്, നമ്മുടെ അസൗകര്യം കൊണ്ടും നമ്മുടെ ലാക്നസ് കൊണ്ടും കേസുകൾ നീട്ടി വെച്ചിപ്പോട്ടെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ കോടതിക്ക് അഡ്ജോർമെന്റിന് പോസ്റ്റ് ഇമ്പോസ് ചെയ്യാം. എത്ര 500 rupees വരെ പോസ്റ്റ് ഇമ്പോസ് ചെയ്യാം. മനസ്സിലായില്ലേ?
അപ്പൊ അതേപോലൊരു കാര്യമുണ്ട്. ആഫ്റ്റർ ഗിവിംഗ് ഓൾ എവിഡൻസ്, ദി അഡ്വക്കേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ബോത്ത് സൈഡ്സ് ആർ സപ്പോസ് ടു ഫയൽ എ നോട്ട്സ് ഓഫ് ആർഗ്യുമെന്റ്. വലിയ ഹെർക്കുലസ് ടാസ്ക് ആണ്, എസ്പെഷ്യലി മെഡിക്കൽ നെഗ്ലിജൻസ് കേസ്. പക്ഷേ ആർഗ്യുമെന്റ് നോട്ട്സ് ഫയൽ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ജഡ്ജും 2 മെമ്പർമാരും ഞാൻ പിന്നെ ഡിസ്ട്രിക്ട് കമ്മീഷൻ പവർ ടു പാസ് ആൻ ഓർഡർ എസ് പാർട്ടി ഉണ്ട്, എസ് പാർട്ടി ആയിട്ട് പാസ്സാക്കാം, ഓർഡർ പാസ്സാക്കാം. എസ് പാർട്ടി ആയിട്ട് ഓർഡർ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്പീൽ നിവൃത്തിയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്മുടെ സംശയങ്ങളെല്ലാം ഒരുമിച്ച് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ശാലെ പ്രൊസീഡ്. സോ ആർഗ്യുമെന്റ് നോട്ട് ഫയൽ ചെയ്യുന്ന നമുക്ക് വേറെ ഗുണമെന്ന് വെച്ചാൽ ഈ മെമ്പർമാര് ചിലപ്പോൾ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും. പ്രസിഡന്റ് മേ ബി ഹാൻഡ് ആ നോട്ട്സിന്റെ കോപ്പി അവരോട് വായിച്ചു നോക്കിയാൽ നമ്മുടെ കേസ് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കും നല്ലതാണ്, നമുക്കും കേസ് റിഫ്രഷ് ചെയ്യാൻ നല്ലതാണ്. വൺസ് യു ഫയൽ ആൻ ആർഗ്യുമെന്റ് നോട്ട് പിന്നീട് എപ്പോൾ വേണമെങ്കിലും കേസ് നോക്കി എടുത്ത് പറയാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾസോ എ റിക്വസ്റ്റ് ടു മൈ ലീഗൽ ഫ്രട്ടേണിറ്റി ദാറ്റ് കേസ് വളരെ ടൈം ഫ്രെയിം ആണ്, 3 മാസം തീർക്കണം. അതുകൊണ്ട് എക്സ്പെർട്ട് എവിഡൻസോ ടെക്നിക്കൽ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് ആദ്യമേ ചെയ്യുക. അനാവശ്യമായിട്ട് കേസ് നീട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. Failing which you have to pay cost at the rate of 500. Probably that may be from your pocket. And after that, you are supposed to file a notice of argument also. Coming to the powers of the Consumer Commission or Consumer Forum. Consumer Commission powers ഉണ്ട്, മറ്റേതുപോലെ കൺസ്യൂമർ കോടതിയിൽ പോയതുണ്ട്. സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? Summoning and enforcing attendance of defendants and witness, discovery and production documents, affidavit ഫയൽ ചെയ്ത് എവിഡൻസ് കൊടുക്കാം, ചീഫ് affidavit ഫയൽ ചെയ്യാം, ലാബോറട്ടറി റിപ്പോർട്ട് കാൾ ഫോർ ചെയ്യാം, പിന്നെ ഈ കക്ഷിക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ കമ്മീഷൻ വെച്ച് വിസ്തരിക്കാം, അതെല്ലാം ചെയ്യാം. അതിലൊന്നും തർക്കമില്ല, അതെല്ലാം അവൈൽ ചെയ്യാം. അതിനുശേഷം എവിഡൻസ് എല്ലാം കൊടുത്തു, ഞാൻ ഈ പറഞ്ഞ കണക്ക് എവിഡൻസ് എല്ലാം കൊടുത്തു. അതിനുശേഷം ആർഗ്യുമെന്റ് അഡ്വാൻസ് ചെയ്ത് നോട്ട്സ് ഓഫ് ആർഗ്യുമെന്റ് കൊടുത്ത് കോടതിക്ക് കമ്മീഷൻ കോടതി, അതിനുശേഷം ജഡ്ജ്മെന്റ് പാസ്സായി. പലരുടെയും ധാരണ നമ്മളൊരു കേസ് കൊടുത്ത്, ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു വണ്ടിയുടെ കാര്യം തന്നെ, അല്ലെങ്കിൽ കാറിന്റെ കാര്യം ആയിക്കോട്ടെ, ഞാനൊരു കാർ വാങ്ങിച്ചു, കാറിന് കുഴപ്പമുണ്ട്, അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, അതിന്റെ റേഡിയേറ്റർ ശരിയില്ല, ബാറ്ററി ശരിയില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയാം കാറിന് മാറ്റി തന്നാൽ എനിക്ക് ഇനി കാർ വേണ്ട, ഈ കാർ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ചും കാർ രജിസ്റ്റർ ചെയ്ത് കൺസ്യൂമർക്ക് തന്നെ മാറ്റും. അല്ലെ ടി വിയുടെ ആരെയായിക്കോട്ടെ, ടി വിക്ക് എന്റെ ഓൺ ഓഫ് സ്വിച്ചിന് തയ്യാറാറുണ്ട്, എനിക്കിനി ആ ടി വിയെ വേണ്ട എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ എല്ലാം തെറ്റായ ധാരണ. ഡിഫക്റ്റീവ് ഇൻ ദ സെൻസ് ഹോൾ അൺഫിറ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് മൊത്തത്തിൽ മാറ്റി തരണം എന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം എന്താണ് പറഞ്ഞത്? ടു റിമൂവ് ദ ഡിഫക്ട് ഇൻ ദാറ്റ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ കാറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കാറ്റയുടെ ബാറ്ററി പാർട്ടാണ് അല്ലെങ്കിൽ ഗിയർ ബോക്സ് ആണെങ്കിൽ അതാണ് ഡിഫക്റ്റ് എങ്കിൽ ബോട്ട് വിൽ ഡയറക്ട് ദി ഓപ്പോസിറ്റ് പാർട്ടി ടു റിമൂവ് ദി ഡിഫക്റ്റീവ് gearbox or remove the defective switch or remove the defective part of the machinery and not the entire part. Make it a point. അത് പറ്റുന്നില്ലെങ്കിൽ to replace the goods with a new one. അങ്ങനെ അല്ല, അത് പറ്റുന്നില്ല, ആ സ്പെയർ കിട്ടുന്നില്ലെങ്കിൽ മൈക്രോവേവ് വാങ്ങിച്ചു, സ്വിച്ച് ചെയ്തായി പോയി, മൈക്രോവേവിന്റെ സ്വിച്ച് കിട്ടാനില്ല, then you replace with a new one. അതും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ പൈസ കൊടുക്കാൻ പറ്റാം, തിരിച്ചു കൊടുക്കാൻ പറ്റാം. പലരും കൺസ്യൂമർ കോടതിയിൽ കൺസ്യൂമർ ഗുഡ്സ് വാങ്ങിച്ചതിന് ശേഷം പലരും വന്ന് പറയും ഈ സാധനം എനിക്ക് വേണ്ട, എന്റെ പൈസ തിരിച്ചേട്ടാ. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഈവൻ ഇഫ് ദർ ഇസ് ആൻ എവിഡൻസ്. എവിഡൻസ് ഒക്കെ ഉണ്ടായതിനു ശേഷം കോടതി വിധിക്കുന്നതിന്റെ ലിമിറ്റേഷൻസ് ആ പറയുന്നത്. അതായത് ടു റിമൂവ് ദ ഡിഫക്ട് ഇൻ ദി പർട്ടിക്കുലർ പാർട്ട് ഓർ ടു റീപ്ലേസ് ദ ഡിഫക്ട് വിത്ത് എ ന്യൂ വൺ, ഗുഡ്സ് വിത്ത് എ ന്യൂ വൺ. ആൻഡ് ഈ രണ്ട് ഓപ്ഷൻ നടക്കുന്നതിൽ മാത്രമേ ഉള്ളൂ പൈസ തിരിച്ചു കൊടുക്കണം. Of course, you are entitled to get compensation for defective goods, unfair trade practice, etc. അതെല്ലാം കിട്ടും. അതുപോലെ ഹസാർഡസ് ഗുഡ്സ് ആണെങ്കിൽ അതിന് വിൽക്കരുതെന്നും കോടതിയിൽ ഒരു ഓർഡർ വാങ്ങിക്കാനും പറ്റും. അങ്ങനെ ജഡ്ജ്മെന്റ് വന്നു, വിധി വന്നു. നാച്ചുറലി നമ്മൾ ഇത് രക്ഷിക്ക് വേണ്ടി അപ്പിയർ ചെയ്യാണ്, അല്ലെ അഗ്രീഡ് ആണ്. എസ് പാർട്ടി വിധി അല്ല, മെറിറ്റ് തന്നെ വിധിയാണ്. വാട്ട് ഈസ് ദ റെമഡി? Then our remedy is to file appeal before the Consumer State Commission Tribunal. Don't be under the impression that ഇത് എടുത്തോണ്ട് നമ്മൾ നേരെ ഹൈക്കോടതി പോകുന്നോ സ്റ്റേറ്റ് കമ്മീഷൻ പോകുന്ന അല്ല എം പോവുകയായിരിക്കും. അവർക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ജൂറിസ്ഡിക്ഷൻ ഡിസ്ട്രിക്ട് കമ്മീഷന്റെ മേളിൽ സ്റ്റേറ്റ് കമ്മീഷൻ. We have a state commission at Trivandrum. The period, appeal period, that it should be filed within a period of 45 days. പക്ഷേ ഒരു പ്രീ കണ്ടീഷൻ ഉണ്ട്. എന്താ പറയുക, നേരത്തെ 25,000 rupees ഡെപ്പോസിറ്റ് ചെയ്യണം ഓർ 50% ഓഫ് ദ അവാർഡ്. ഇപ്പൊ പറഞ്ഞ 50% ഓഫ് ദ അവാർഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താലേ മിക്കവാറും സ്റ്റേ കിട്ടത്തുള്ളൂ. ദാറ്റ്സ് എ ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ അത് ഡിസ്ക്രിപ്ഷൻ ആവുമോ, ഇനി പുതിയ ആക്ട് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ആവുന്ന പറഞ്ഞില്ല. സേസ് അപ്പലന്റ് ഹാസ് ടു ഡെപ്പോസിറ്റ് 50% ഓഫ് ദ അവാർഡ് എമൗണ്ട് ഫോർ ഗെറ്റിംഗ് എ ഓർഡർ സ്റ്റേഡ്. സ്റ്റേ ചെയ്തില്ല പിന്നെ പ്രയോജനം എന്തുവാ? ഇവിടെ EPM കൊടുക്കും. EP കൊടുക്കും, നോൺ കംപ്ലൈന്റ് സപ്പോർട്ടർ ഞാൻ വരാം, അത് അതിനെക്കാട്ടി ഒരു കുറിച്ചിലാണ്. So anyhow, this is the settled position. You have the right to file an appeal before the state commission within a period of 45 days,
And for getting stay and getting a stay at the further proceedings, you have to pay 50% of the award. Then our appeal is disposed by the National State Commission. Then the next remedy is you can file a appeal to the National Commission. National Commission file if there is a question of law. Second appeal as of right now, if there is only a question of law only. From the next please appeal to the National Commission. Appeal evidence Delhi is going. ഇതാണ് സംഭവം. അപ്പം ഡിസ്ട്രിക്ട് കമ്മീഷൻ മെറിറ്റബിൾ ഓർഡർ പാസ്സാക്കുന്നു. അതിന്റെ മേളിൽ യു ഹാവ് ദ ഫസ്റ്റ് റൈറ്റ് ഓഫ് അപ്പീൽ ടു ഡിസ്ട്രിക്ട് കമ്മീഷൻ. Then you have the right of second appeal to the National Commission provided there is a sound question. ഇനി നമ്മളെല്ലാം അറിഞ്ഞു നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഫോർ ഫൈലിംഗ് ദി കംപ്ലൈന്റ് ബിഫോർ എ കൺസ്യൂമർ. Many of us are under the wrong impression that it is 3 years, like a suit for damages, like a suit for recovery. This is only 2 years from the date of cause of action. Of course, there is a provision to condone the delay by filing a petition to condone the delay. As per the new act, it is 69(2) empowers the court to accept a complaint filed beyond the period of 22 years. Therefore, act section 24A അനുസരിച്ച് delay condone ചെയ്യാനുള്ള power. So make it a point that this the limitation for filing a complaint is only 2 years from the date of cause of action. Then അപ്പൊ അങ്ങനെ ഓർഡർ ഒക്കെ വന്നു. ഓർഡർ ഹാസ് ബിക്കം ഫൈനലായി. നമ്മുടെ ഓർഡർ ഇനി എങ്ങനെ എൻഫോഴ്സ് ചെയ്യാം ആണല്ലോ. എൻഫോഴ്സ് ചെയ്യുമ്പോഴാണല്ലോ ഒരു ആക്ടിന്റെ ഒരു കേസിന്റെ വി ആർ എൻജോയിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ദി ഡിഗ്രി. ഹൗ വി ആർ എൻജോയിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ഡിഗ്രി? We are filing EPP, execution petition before the concerned court, the court which passed. Here also, the judgments award passed by the consumer court is as good as a decree passed by a civil court. So we can enforce the order by filing a petition, execution petition. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ പെറ്റീഷന്റെ ഫേറ്റ് നമുക്കെല്ലാം അറിയാം. കൺസ്യൂമർ കോടതിയിൽ മുനിസിപ്പൽ കോടതിയിൽ ഒരു എക്സിക്യൂഷനിൽ പറയണം, കാര്യങ്ങളെല്ലാം പറയണം, എമൗണ്ട് പറയണം, കാര്യം prayer കോടതി എന്ന് പറയും. അറ്റാച്ച് ദി മൂവബിൾ പ്രോപ്പർട്ടീസ് ഓർ അറ്റാച്ച് ദി മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ദി ട്രേഡർ. നമുക്ക് എങ്ങനെ അറിയാം പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്? നമുക്ക് എങ്ങനെ അറിയാം ഡീറ്റെയിൽസ്? ഡൽഹിയിലുള്ള ട്രേഡർ ആയിരിക്കും. പിന്നെ നമുക്കൊരു ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ലാസ്റ്റ് അല്ല ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ടു അറസ്റ്റ് ദി JD ചെയ്യാം. ബട്ട് അതിനൊരു കാര്യമുണ്ട്, പ്രീ കണ്ടീഷൻസ് ഉണ്ടല്ലോ, വക്കീലന്മാർക്ക് അറിയാം. യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ഹി ഹാസ് മീൻസ് ആൻഡ് he is willfully disowning the payment or evading the payment. അതിന് എവിഡൻസ് കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അറസ്റ്റ് നടത്തും. പക്ഷെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചുള്ള എൻഫോഴ്സ്മെന്റ് ഓഫ് ഓർഡറിൽ ഒരു സെപ്പറേറ്റ് പ്രൊവിഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് യു ക്യാൻ ഫയൽ എ പെറ്റീഷൻ അണ്ടർ സെക്ഷൻ 27 ആസ് പെർ ദി ഓൾഡ് ആക്ട്, ആസ് പെർ 72 ആസ് പെർ ദി ന്യൂ ആക്ട്. അതില് വേറൊന്നും പറയും. there is an order passed by this honorable forum. Appeal is filed, appeal is dismissed, or no appeal is filed. Anyhow, the order has become final. When an order has become final, it is the duty of the opposite party, judgment debtor, or the trader, or the respondent in the case to comply the order. If he is not complying the order without any sufficient reason, what is the sufficient reason? Only he can say that there is an appeal or stay. If there is no appeal, if the appeal is also disposed, no option at all. His only option is to comply with the order. If the order is not complied, it will amount to an offence which attracts imprisonment for a term which cannot be less than 1 month to 3 years, and or fine of 25,000 to 1 lakh or both. അപ്പൊ അതിൽ എളുപ്പം ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് മാത്രമുള്ള റെമഡിയാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് ഓർഡർ. എൻഫോഴ്സ് ചെയ്തില്ല, ഓർഡർ കംപ്ലൈ ചെയ്തില്ലെങ്കിൽ അതൊരു ഒഫൻസ് ആകുന്നു. അതിന് പ്രത്യേക ശിക്ഷയും പ്രത്യേക ഇതും ഉണ്ടെന്ന് പറയുന്നത് ഇത് അപ്പാർട്ട് ഫ്രം ദി ലീഗൽ റെമഡി എക്സിക്യൂഷൻ കൂടാതെയാണ്. എക്സിക്യൂഷൻ കൂടാതെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ എന്താ പറയുക, ചില ജഡ്ജ്മെന്റ് ഡെക്ടേഴ്സ് വളരെ ലൈറ്റ് ആയിട്ട് എടുക്കും, ഓർഡർ വരട്ടെ എന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒരു ഒഫൻസ് ആയിട്ട് കണക്കാക്കി കോടതി നിങ്ങൾക്ക് ഒരു ഒഫൻസ് പണിഷ്മെന്റ് തന്നാൽ യു ഹാവ് നോ റൈറ്റ്, യു ഹാവ് ടു സെറ്റ് അസൈഡ് ദിസ് ഇംപ്രസ്മെന്റ്, ഐ മീൻ ഈ കൺവിക്ഷൻ. അതിനുശേഷം പൈസ കൊടുത്താൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. സോ ദിസ് ഈസ് ദി peculiarity of the Consumer Protection Act in the in the all walks of life, touching goods, services, unfair trade practices, negligences, more particularly medical negligence. Act is so simple.
any person who purchases a goods is a consumer. He can very well file a complaint without any undergoing any statutory formalities. Procedure is simple. Court fees illa, maximum court fees 500, ആദ്യത്തെ 1,100,000, maximum court fees 500 ഉള്ളൂ. പിന്നെ അപ്പീൽ വേണമെന്നില്ല. The party can very well appear and file his complaint directly. As far as advocacy is concerned, നമ്മൾ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. We have to file version within 30 to 45 days, and there is no provision to set aside as party order. And then our only remedy is to file an appeal. And if at all an order which becomes final, don't take any risk. See that it is complied by paying the amount or whatever. ഇതാണ് എനിക്ക് ഷോർട്ട് ടൈമിൽ കൊണ്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു വക്കീലന്മാർക്ക് ഒരു സംശയം കലതൊരു വല്ല സിമ്പിൾ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളൊന്നും അല്ല. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അറിവ് വെച്ച്, പരിമിതമായ അറിവ് വെച്ച് ഈ സമയത്ത് പറയാൻ സാധിച്ചു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ചും എന്നെക്കാട്ടി വളരെ സീനിയറായ ജോൺ ജോസ് സാർ, കുന്നത്തൂരും പോലെ അഭിഭാഷകര്, നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ണി, ഹൈക്കോടതിയിലുള്ള പ്രമുഖനായ അഡ്വക്കേറ്റിനെ പോലുള്ളവരുടെ ഫ്രണ്ടില്, അല്ലെങ്കിൽ RBI ഏറ്റവും വലിയ സീനിയറായ ലീഗൽ ഓഫീസർ ആൻഡ്രൂസിന്റെ മുമ്പിൽ എനിക്ക് പ്രസന്റേഷൻ നടത്താൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത നമ്മുടെ സൂം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് കാണാനും ഇന്ററാക്ട് ചെയ്യാനും, നമ്മുടെ അക്കാഡമിക് കരിക്കുലം കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും പറ്റിയ അതിനുവേണ്ടി സ്ട്രെയിൻ എടുത്ത അഡ്വക്കേറ്റ് പ്രമോദ് പ്രസന്നൻ, അദ്ദേഹം വലിയൊരു JCS ട്രെയിനറാണ്. അദ്ദേഹത്തിനോടും പിന്നെ ഇതിനുവേണ്ടി എല്ലാ ശുഷ്കാന്തി കാണിച്ച ബോറിസ് പോളോടും ഗോപിഷ് കുമാർ നന്ദി രേഖപ്പെടുത്തിയാണ്. പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറയാം. സാറ് ആദ്യമേ തന്നെ ഒന്ന് പറയാണ്, നമുക്ക് ഇനിയിപ്പം ഒരു 4 മിനിറ്റ് ആണ് ഉള്ളത്. അപ്പൊ അതിനുള്ളിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഡൗട്ട് ഉള്ളവർ റീ എൻട്രി ചെയ്യാം. ചാറ്റ് ബോക്സിൽ ഞാൻ ചാറ്റ് ബോക്സിൽ വന്നേക്കുന്നത് ചോദിക്കാം. ഒന്ന് അജിത്തെ ഖാദറിന്റെ ആണ്. വെദർ ഡിസ്ട്രിക്ട് കമ്മീഷൻ ഹാസ് പവർ ടു പാസ് ആൻ ഓർഡർ ഓഫ് എക്സ് പാർട്ടി അണ്ടർ ദിസ് ആക്ട്? യെസ്, ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ, പ്രതി വേർഷൻ ഫയൽ ചെയ്തില്ല, 30 ഡേയ്സിനകം 45 ഡേയ്സിനകം വേർഷൻ ഫയൽ ചെയ്തില്ല, കോടതിക്ക് എക്സ് പാർട്ടി ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. അതിൽ വ്യത്യാസം വെച്ചാല് സിവിൽ കോടതി പോലെ എസ് പാർട്ടി ഓർഡർ പാസ്സാക്കി, ഡിഗ്രി പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പീലേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇവിടെ പറയുന്ന വെച്ചാല് ദി കൺസ്യൂമർ കോർട്ട് ക്യാൻ പ്രൊസീഡ് ദ മാറ്റർ ഓൺ എസ് പാർട്ടി എന്ന് വെച്ചാൽ അടുത്ത എവിഡൻസ് കോൾ ഫോർ ചെയ്ത് ആ എവിഡൻസ് വന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് വന്നിട്ട് വേർഷൻ ഫയൽ ചെയ്ത് സാങ്ഷൻ പെറ്റീഷനൂടെ ഫയൽ ചെയ്ത് സാങ്ഷൻ പെറ്റീഷൻ അനുവദിക്കുകയാണെങ്കിൽ വേർഷൻ സ്വീകരിച്ചുകൊണ്ട് ക്രോസ് ചെയ്യാം. ആ വ്യത്യാസമുള്ളൂ. രണ്ടാമത്തെ വളരെ ഫീബിൾ ആണ്. ബോറിസ് പോൾ സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. What all to be proved in a medical negligence case, whether a wrong diagnosis is negligence? What all to be proved in a medical negligence case, whether a wrong diagnosis? Yes, good question. ഞാൻ പറയാം, മെഡിക്കൽ നെഗ്ലിജൻസ് ഈസ് വൺ ഓഫ് ദി പാർട്ട്. അല്ല, മെഡിക്കൽ നെഗ്ലിജൻസ് പുതിയ പ്രത്യേകിച്ച് ഫൂട്ടിംഗിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആയിട്ട് കാണുന്നില്ല. ദാറ്റ് ഈസ് എ മാറ്റർ ഓഫ് സർവീസ്, ലൈക്ക് ലീഗൽ സർവീസസ്, എഞ്ചിനീയർ സർവീസ്, മെഡിക്കൽ സർവീസ്. പക്ഷേ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ കേസസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെല്ലാം ഈ ആഗണി ആയിട്ട് പേഷ്യന്റ് വരുന്നു, പേഷ്യന്റ് ആൾക്കാർ വക്കീൽ വന്നു, കോടതി പറയുന്നത് ശരിയാണ്, ആഗണിയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയും ദ ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദി കംപ്ലൈനന്റ്. മനസ്സിലായില്ലേ? ഹി ഹാസ് ടു പ്രൂവ് ദി നെഗ്ലിജൻസ് ഓൺ ദി അഗൈൻസ്റ്റ് ദി ഡോക്ടർ ഓർ ഹോസ്പിറ്റൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഡിക്കൽ എവിഡൻസ്. മനസ്സിലായില്ലേ? അങ്ങനെ മെഡിക്കൽ എവിഡൻസ് ഉണ്ടാവണം, അല്ലാതെ നമ്മുടെ ഇൻട്രസ്റ്റ് ടെസ്റ്റിമണി എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് കനോട്ട് ബി presumed that suppose a patient died after the surgery, it cannot be presumed that. Presumption illa 138 negotiations and actions, presumption of consideration onnu illa. It cannot be presumed that it is because of the negligence the patient met with that. If the expected result of a surgery has not been received, adayathu nammal surgery herniada surgery ചെയ്തപ്പോൾ സർജറി ചെയ്തപ്പോഴത്തേക്ക് പിന്നെ പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അതിനുശേഷം ബഡ്ജ് ചെയ്തു. അപ്പൊ എന്റെ എക്സ്പെക്ടഡ് റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ നമ്മൾ പറയാം നെഗ്ലിജന്റ് ആയിട്ട് ചെയ്തെന്ന് പറയാം. ഒരു മെഡിക്കൽ എവിഡൻസ് ഇല്ല, അതിന് പോസിബിലിറ്റി ഉണ്ട്. കാരണം 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് വീണ്ടും ബഡ്ജ് ചെയ്യാം. റീസെന്റ് ആയിട്ട് വന്നത് നമ്മുടെ സാർ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്. നമ്മൾ ഇപ്പൊ ടൈപ്പ് ചെയ്തവര് അവരുടെ ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ റീ എൻട്രി ചെയ്യേണ്ട സമയമായി വരികയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് റീ എൻട്രി ചെയ്യാൻ സമയമായി വരുന്നുണ്ട്. സാർ കണ്ടിന്യൂ ചെയ്തോ, ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ശരി. അപ്പൊ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ഇതാണ് ബേസിക് പോയിന്റ്. ഇതാണ് ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദി കംപ്ലൈനന്റ്. He has to prove the medical negligence with the help of medical evidence, expert evidence, independent expert evidence വേണമെന്നാണ് പറഞ്ഞത്. അത് പ്രൂവ് ചെയ്യാനും ഡിസ്പ്രൂവ് ചെയ്യാനും. So you have to cite another doctor, especially subsequently treated. പറഞ്ഞോളൂ. അതായത് നേരത്തെ ബോറിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവർക്കും കൂടെ വേണ്ടി ചോദിച്ചാണെന്ന് എനിക്കറിയാം, ഒരു അക്കാഡമിക് ആസ്പെക്ട്.
മെഡിക്കൽ നെഗ്ലിജൻസ് കേസിലും ബർഡൻ ഓഫ് പ്രൂഫ് വിത്ത് കംപ്ലൈനന്റ് ആൻഡ് he has to establish that medical negligence with the help of medical evidence. It can be through expert evidence of another doctor. It can be through expert evidence of an expert doctor, preferably from medical college, who are more academic in their career aspects. അങ്ങനെ ഒരു ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കോടതിക്ക് വിധിക്കാൻ പറ്റൂ. അല്ലാതെ ഒരു സെന്റിമെന്റ്സ് വെച്ചിട്ടോ ഒരു ഇത് വെച്ചിട്ടോ പറ്റത്തില്ല. ഇപ്പൊ ബോറിസ് ഒരു ചോദ്യം ചോദിച്ചത് റോങ് ഡയഗ്നോസിസ് വെദർ ഇറ്റ് വിൽ അമൗണ്ട് ടു നെഗ്ലിജൻസ്. അബ്സല്യൂട്ട്ലി നോട്ട്. ബിക്കോസ് റോങ് ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസ് ഈസ് എ സയൻസ്. അത് ആ ഡയഗ്നോസ് എന്ന് വെച്ചാൽ മെഡിക്കൽ അല്ലെങ്കിൽ എന്താ സിംറ്റംസിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ എത്തുന്ന ഒരു ഫൈൻഡിങ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഡയഗ്നോസിസ്. മെഡിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് എ ഡയഗ്നോസിസ്. It is only a science. Based on the symptoms, he is entering into his own conclusion. It may be true, it may be wrong. Diagnosis of a particular doctor may not be the diagnosis of another doctor. നമുക്കും അങ്ങനെയല്ലേ, വക്കീലന്മാരടുത്ത് വന്നാൽ നമ്മൾ കൊടുക്കുന്ന ഉപദേശം തന്നെ ആയിരിക്കും വേറെ കൊടുക്കുന്നത്, നമ്മുടെ ലീഗൽ ഒപ്പീനിയൻ തന്നെ ആയിരിക്കും കറക്റ്റ്. സോ ഇറ്റ് ക്യാൻ ബി വേരി. സോ ഡയഗ്നോസ് തെറ്റായിപ്പോണ്ട്, അല്ലെങ്കിൽ അതർവൈസ് എറർ ഇൻ ജഡ്ജ്മെന്റ് ഇൻ ഡയഗ്നോസിസ്, എറർ ഇൻ ജഡ്ജ്മെന്റ് അല്ലേ, ദാറ്റ് കനോട്ട് ബി construed as a negligence. But if there is a diagnosis and if the doctor has not given the required treatment in tune with the diagnosis, then it is a matter of medical negligence. അതായത് ഒരു പർട്ടിക്കുലർ ന്യൂമോണിയ ആണ് കണ്ടെത്തി ഡയഗ്നോസിസ്, പക്ഷെ ന്യൂമോണിയക്ക് മരുന്ന് കൊടുത്തില്ല, ട്രീറ്റ്മെന്റ് കൊടുത്തില്ല, ദാറ്റ് ഈസ് എ നെഗ്ലിജൻസ്. ന്യൂമോണിയ ആണ് കണ്ടുപിടിച്ചില്ല എന്നതുകൊണ്ട് മാത്രം നെഗ്ലിജൻസ്. ഓക്കെ, next please. Next Andrew sir's question ആണ് സാറേ. Can filing of appeal treated as an automatic stay of lower forum's order? വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ കോൺട്രവേഴ്സ്യൽ ആയിട്ട് വന്നൊരു കാര്യമാണ്, കൊല്ലത്ത് വന്നപ്പോൾ ഒരു പ്രശ്നം വന്നതാണ്. അതിലെ ഒരു കാര്യം ഉണ്ടല്ലേ, സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അത് യു ക്യാൻ ഡിഫർ. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എൻഫോഴ്സ്മെന്റ് ഓഫ് ഓർഡറിനകത്ത് പറയുന്നുണ്ട്, ആൻഡ് ഓർഡർ വിച്ച് ഹാസ് ബിക്കം ഫൈനൽ അതേ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഓർഡർ അപ്പീൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഫൈനൽ ആണെന്ന് പറയാൻ പറ്റും, പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ബൈ ഫയലിംഗ് ആൻ അപ്പീൽ itself we can very well contend before the executing court or forum saying that the order has not become final. So long as the order has become final, it need not be, it cannot be executed എന്നൊരു വാദമുഖം സ്വീകരിക്കാം. അതിനെപ്പറ്റി നാഷണൽ കമ്മീഷന്റെയോ ഒന്നും ഒരു ഡിസിഷൻ വന്നില്ല. അതായത് സിംപ്ലി ഫയലിംഗ് അപ്പീൽ ഓട്ടോമാറ്റിക് സ്റ്റേ ആണെന്ന് പറഞ്ഞു വന്നില്ല. വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഫോർ ഗെറ്റിംഗ് ഇറ്റ് സ്റ്റേഡ് വി ആർ ഫയലിംഗ് എ സെപ്പറേറ്റ് പെറ്റീഷൻ ടു ദി അപ്പലേറ്റ് കോർട്ട് ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് സ്റ്റേഡ് എന്നാണ്. പക്ഷെ കോടതി ചെയ്യാം അങ്ങനെ. ഓക്കെ, ഐ തിങ്ക് ആൻഡ്രൂ ക്ലിയർ ആയി തോന്നുന്നു. ഓക്കെ സാർ, അടുത്ത അഡ്വക്കേറ്റ് ജയമോഹൻ, is it possible to get an exact medical opinion against a doctor? It is possible to get an exact evidence against a doctor, exact medical opinion against a doctor. അല്ല, അത് ഞാൻ പറഞ്ഞു, അത് പറ്റത്തില്ലെന്ന് നമ്മൾ വിചാരിക്കും. അവരെല്ലാം IMA മെമ്പേഴ്സ് ആണ്, അവർ പറയത്തില്ലെന്ന് പറയത്തില്ല. ഞാൻ ചോദിച്ചേ, വക്കീലന്മാർക്ക് ഇരകളുടെ കേസിൽ വക്കീലന്മാർ വന്ന് വഴിയുണ്ട്, എനിക്കറിയാം, പ്രമോദിന് അറിയാൻ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഒരു ഡോക്ടറെ നമ്മൾ വിറ്റ്നസ് ആയിട്ട് വിസ്തരിക്കുമ്പോൾ എന്തൊക്കെ ചോദിക്കണമെന്ന് നമ്മളൊരു ഗ്രൗണ്ട് വർക്ക് നടത്തണം. നമ്മൾ ആ മെഡിക്കൽ ലിറ്ററേച്ചർ പഠിക്കണം, ആ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കണം, അത് തപ്പണം. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, സി ദിസ് ഈസ് ദ മെഡിക്കൽ പൊസിഷൻ, മെഡിക്കൽ സയൻസ്, മെഡിക്കൽ എത്തിക്സ്, മെഡിക്കൽ ലിറ്ററേച്ചർ പറയുന്ന, സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന ഇങ്ങനെയാണ്, ഡു യു എഗ്രി? അപ്പൊ എഗ്രി ചെയ്യാതില്ല പറ്റൂ. എഗ്രി ഇല്ലെങ്കിൽ പറയാം ഈസ് എ ഇൻട്രസ്റ്റ് വിറ്റ്നസ്, you can produce ആ ഡോക്ടർ പൊക്കോട്ടെ, you can produce that medical literature along with your argument notes and you can advance the argument on the basis of that medical literature. ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കൽ എവിഡൻസ് need not be oral, can be documentary. മനസ്സിലായില്ലേ? Okay, so okay sir, അടുത്ത ക്വസ്റ്റ്യൻ അജിത്തെ കാദറിന്റെ ആണ്. on proceeding ex parte whether that party can adduce evidence. അല്ല, എസ് പാർട്ടി ആയിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോഴും കംപ്ലൈന്റിന്റെ എവിഡൻസ് അഡ്യൂസ് ചെയ്യണം, അല്ലാതെ പറ്റൂല. അല്ലാതെ ഓപ്പോസിറ്റ് പാർട്ടി വന്നില്ല എന്നുള്ളത് മാത്രം കാര്യമില്ല. ഇപ്പൊ 1 കോടിയുടെ കേസ് നമ്മൾ കൊടുത്തു, ഓപ്പോസിറ്റ് പാർട്ടി 30 ഡേയ്സിന് വേഷം ഫയൽ ചെയ്യില്ല, 1 കോടിയും വിധിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ കംപ്ലൈന്റ് പറഞ്ഞതെല്ലാം ശരിയാവണമെന്നുണ്ടോ? ഞാനൊരു സാധനം വാങ്ങിച്ച സാധനം ഡിഫെക്റ്റ് ചെയ്യാം, പക്ഷെ സാധനത്തിന്റെ ബില്ലല്ലേ എന്റെ ഇല്ല, കളഞ്ഞുപോയി, കോടതി വിധിക്കാൻ പറ്റും. സോ എസ് പാർട്ടി നെവർ മീൻസ് ദാറ്റ് you are exempted from adducing evidence. You are supposed to adduce evidence. മനസ്സിലായില്ലേ? ഓക്കെ സാർ. അപ്പൊ അടുത്ത രാജശ്രീ രാജകൃഷ്ണൻ ഒരു can I approach the consumer forum for a faulty product purchase using a bounced check?
ബൗൺസ് ചെക്ക് കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ കൺസ്യൂമർ അല്ലാതാവുന്നില്ല. ബിക്കോസ് ചെക്ക് ബൗൺസ് ആയാല് the remedies for the trader to initiate the prosecution against you for the dishonour of check. മനസ്സിലായില്ലേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കൺസ്യൂമർ ഡെഫിനിഷനിൽ കൺസിഡറേഷൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. It need not be paid. It can be partly paid. It can be promised to be paid. ചെക്ക് ബൗൺസ് ചെയ്തതിന് ട്രേഡർ നിങ്ങൾക്ക് എതിരായിട്ട് കേസ് കൊടുത്തിട്ട് അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ സാധനം മോശം പറ്റും. രണ്ട് ഫുട്ടിംഗ് ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി യു ക്യാൻ പ്രിഫർ എ കംപ്ലൈന്റ്. ഓക്കെ സാർ. ഓക്കെ, അടുത്ത അജിത്തെ ഖാദർ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഒരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞത് എക്സ് പാർട്ടി ആയതിനകത്ത് കംപ്ലൈനന്റിന്റെ എവിഡൻസിന്റെ ഭാഗമല്ല ചോദിച്ചത്, ഓപ്പോസിറ്റ് പാർട്ടിക്ക് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എക്സ് പാർട്ടി ആയാൽ. അത് കറക്റ്റ്. അവിടെ ഒരു വലിയ ഒരു ക്ലാരിഫിക്കേഷൻ ശ്രദ്ധിച്ച് കേൾക്കണം. വലിയ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ശരിക്കും ഒന്ന് ആക്ട് എടുത്ത് വായിച്ചു നോക്കണം. ഇഫ് ദ വേഴ്സ് ഈസ് നോട്ട് ഫയൽ വിത്തിൻ 30-45 days, കൺസ്യൂമർ ഫോറം ക്യാൻ പ്രൊസീഡ് ദ മാറ്റർ ഓൺ എക്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ തെളിവെടുത്തില്ലെന്ന് വെച്ചോ, അന്ന് തന്നെ വിധിച്ചില്ലെന്ന് വെച്ചോ, എന്നിട്ട് തെളിവിനായിട്ട് വേറെ ദിവസം മാറ്റിയ നെക്സ്റ്റ് പോസ്റ്റിംഗ്. ആ നെക്സ്റ്റ് പോസ്റ്റിംഗിന്റെ അന്നോ അതിന് മുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഈ ഓർഡർ റിവ്യൂ ചെയ്യണമെന്നും വേർഷനോട് ഫയൽ ചെയ്താൽ വിത്ത് സാങ്ഷൻ പെറ്റീഷനോട് ഫയൽ ചെയ്യുകയും ഓപ്പോസ് പാർട്ടിക്ക് പ്രശ്നമില്ലാതെ സാങ്ഷൻ പെറ്റീഷൻ സ്വീകരിച്ചുകൊണ്ട് കോടതി വേർഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം. പക്ഷേ അതല്ലാതെ നിങ്ങൾ വരുന്നില്ല, അന്നും വരുന്നില്ല, അടുത്ത അവധിക്കും വരുന്നില്ല, എസ് പാർട്ടി ആയി വിധിച്ചു പോയെങ്കിൽ, അതായത് എസ് പാർട്ടി ഓൺ ദ ബേസ് ഓഫ് മെറ്റീരിയൽസ് അവൈലബിൾ ഓൺ റെക്കോർഡ്, ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലൈന്റ് കേസിനകത്ത് കംപ്ലൈന്റ് എവിഡൻസ് ഉണ്ടാകണം. മെറ്റീരിയൽസ് അവൈലബിൾ ഓൺ റെക്കോർഡിലാണ് ദാറ്റ് ഈസ് എ ഓർഡർ ആസ് ഗുഡ് ആസ് ഓൺ മെറിറ്റ്. അങ്ങനെയാണ് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം. പുതിയ ആക്ട് വന്നതിന് ശേഷം റിവ്യൂ പെറ്റീഷൻ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് സാങ്ഷൻ പെറ്റീഷനോട് അഡ്യൂസ് ചെയ്യാം. You can file a sanction petition saying that it could not be filed within the statutory period of 30-45 days. So leave may be granted for accepting this version. If the court accepting that version, then you can enter into a trial platform. Okay. Okay, sir. Adutha oru question, Advocate Jaymohan Anna, what is the standard adopted in medical negligence cases? To decree a case. അങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ. എവിഡൻസ് സംബന്ധിച്ച് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഉണ്ടാവും. വാട്ട് ഈസ് എവിഡൻസ്, എന്ത് എവിഡൻസ് ആണ് ഏത് കേസിൽ തരണമെന്ന് എവിടെയും പറഞ്ഞു. സപ്പോസ് ഇന്നലെ ജോൺ ജോസ് സാർ എടുത്ത കേസിന് അതാണ് ഈസ്മെന്റ് പറഞ്ഞ കണക്കാണെങ്കിൽ പറയാം 20 വർഷമായിട്ട് നടന്നു, 20 വർഷം, അല്ലെ ഈസ്മെന്റ് ബൈ ഗ്രാൻഡ്, അങ്ങനെയാണെങ്കിൽ എവിടെ ഗ്രാൻഡ് പറയും എന്ന് പറഞ്ഞാണെങ്കിൽ അതിനൊക്കെ ചില ഡോക്യുമെന്ററി ചില പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലീഗൽ പ്രിസ്ക്രിപ്ഷൻ. എവിഡൻസിനെ സംബന്ധിച്ചുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് കേസിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ഒരു കാര്യമുണ്ട്, ചില എന്താ പറയുക, ചില പ്രിസ്ക്രിപ്ഷൻസ്, ചില തിയറീസ് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ സിംപ്ലി ബിക്കോസ് സംതിങ് വെന്റ് റോങ് you cannot blame the doctor. Simply because you did not receive the expected result doesn't mean that the doctor is negligent. But if there is an apparent error on the negligence on the part of the doctor, like ഇടത്തെ ചെവി എന്ന് പറഞ്ഞത് സർജറി ചെയ്ത് വലത്തെ ചെവിയായിരുന്നു, ലെഫ്റ്റ് കണ്ണിനാണ് കുഴപ്പമൊന്നും കേട്ടെന്ന് റൈറ്റ് ഐക്കാണ് ചെയ്തത്. These are all matters of apparent negligence where there is no further evidence is required, and on the other hand you can apply the principle of res ipsa loquitur. Okay. Okay, sir. അടുത്തത് ഒരെണ്ണം, does conducting of PSC exam comes under statutory services? Never. It is not it is a statutory service. Correct. It is a statutory service. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി നടത്തുന്ന പരീക്ഷയാണ്. അത് കൺസ്യൂമർ കോടതി പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വനിതാ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പോവാം, ഹൈക്കോടതി പോവാം. കൺസ്യൂമറിലുള്ള പ്രശ്നമല്ല. ബിക്കോസ് അതിന് നമ്മുടെ പൈസ വാങ്ങിച്ചൊരു സ്റ്റാറ്റ്യൂട്ടറി സർവീസ് ആണ് തരുന്നത്. അഫ്കോഴ്സ് എക്സാമിനേഷൻ ഫീസ് ഒക്കെ വാങ്ങുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോക്കൺ ഓഫ് ഫീസ് ആണ്, ഒരു ടോക്കൺ ഓഫ് ഒരു അക്സെപ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് പ്യൂർലി എ മാറ്റർ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി സർവീസ്. അതിനാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ യൂണിവേഴ്സിറ്റിക്കാരായിട്ട് കേസ് നിൽക്കത്തില്ല എക്സാമിനേഷൻ സംബന്ധിച്ചു. ബട്ട് കംപ്ലൈന്റ് ഈസ് മെയിൻറ്റൈനബിൾ അഗൈൻസ്റ്റ് ദ സ്കൂൾ ഓഫ് ദ ഹോസ്പിറ്റൽ, ഐ മീൻ ദി മാനേജ്മെന്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് അഡ്വക്കേറ്റ് അമൃതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, whether the opposite party can cross examine the petitioner in ex parte proceeding. ഓപ്പോസ് പാർട്ടി അൺലെസ് ദി വേർഷൻ ഈസ് ഫയൽഡ്, ഞാൻ പറഞ്ഞില്ലേ വേർഷൻ ഫയൽ നിങ്ങൾ എസ് പാർട്ടി ആക്കിയെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റൂല. വേർഷൻ ഫയൽ നിങ്ങൾ എസ് പാർട്ടി ആക്കി, പക്ഷേ ചീഫ് എക്സാമിനേഷന് മുമ്പ് തന്നെ നിങ്ങൾ വേർഷൻ വിത്ത് സാങ്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും കോടതി അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, മനസ്സിലായില്ലേ അത്? ഓക്കെ സാർ, അപ്പം ക്ലിയർ ആയോ? ഓക്കെ സാർ, ഓക്കെ. അപ്പം ഞാൻ എല്ലാരെയും അൺമ്യൂട്ട് ചെയ്യാണ്. ഇനി ആർക്കെങ്കിലും ജനറൽ ഫോറത്തിൽ ചോദിക്കണമെന്നുണ്ട്. ചോദിച്ചോളൂ.
ഉണ്ടോ? ചോദിച്ചോളൂ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ചൈനീസ് പ്രോഡക്റ്റ് മേടിച്ചിട്ട് അതൊരു ഡീലർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അത് സെയിൽ ചെയ്യുന്നു. ആ സെയിൽ സാധനത്തിന് നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി കിട്ടുമോ? ഈ ഡീലർക്ക് ചെയ്യാൻ പറ്റുമോ വാറണ്ടി? അതല്ലെങ്കിൽ ഈ ചൈനീസ് പിന്നെ മാനുഫാക്ചറെ നമ്മളെ ഇൻവൈഡ് ചെയ്യേണ്ടി വരുമോ? മനസ്സിലായി ക്വസ്റ്റ്യൻ മനസ്സിലായി. ചൈനീസ് പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അത് മാനുഫാക്ചറിംഗ് ഡിഫക്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ചൈനീസ് എങ്ങനെ എൻഫോഴ്സ് ചെയ്യും അല്ലേ? അതല്ലേ ചോദ്യം അല്ലേ? എന്നിട്ട് പറഞ്ഞല്ലോ പ്രൈമറി ലയബിലിറ്റീസ് വിത്ത് ദി മാനുഫാക്ചറർ. Doesn't mean that the manufacturer alone has liability to repair the damages or recourse to the complainant. ഡീലറുടെ ലയബിലിറ്റിയിൽ പറഞ്ഞ ഡീലർ ഈസ് ഓൾസോ ലയബിൾ ഫോർ സർവീസ് സപ്പോർട്ട്, വാറണ്ടി സർവീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലാക്ക് ഓഫ് സഫീഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മാനുഫാക്ചറർ. അത് ചുമ്മാ കൈമാറാൻ പറ്റില്ല. ചൈനീസ് പ്രോഡക്റ്റാ എനിക്ക് ലയബിലിറ്റി എന്ന് പറയാൻ പറ്റും. ഈക്വൽ ലയബിലിറ്റി ഉണ്ട്. Liability of the trader is joint and several with the manufacturer. ചൈനീസ് മാനുഫാക്ചറിന്റെ കേസിൽ അവർ ഇംപ്ലീഡ് ചെയ്യണ്ടേ? വേണ്ട, മാനുഫാക്ചർ വേണ്ട. നിങ്ങൾ ട്രേഡർ കയറിയായിട്ട് മാത്രം കൊടുത്താൽ മതി. ട്രേഡർ മാനുഫാക്ചർ ആരാന്ന് അയാൾ പറയണ്ടേ കോടതിയിൽ വന്നിട്ട്? എങ്ങനെയാന്ന് പറഞ്ഞാൽ പറ്റൂ? It's his duty to furnish the correct address of the manufacturer. If not, അല്ലേ പറയട്ടെ? കേൾക്കുന്നില്ല. അതിന്റെ അർത്ഥം അങ്ങനെ മാനുഫാക്ചറുടെ പേരായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം he sold a spurious goods. He sold a spurious goods. Consumer is aware that it is the Chinese article, Chinese product. കേൾക്കുന്നില്ല. ചൈനീസ് പ്രോഡക്റ്റ് ആണ് ഞാൻ വാങ്ങിച്ചത്. മനസ്സിലായി. ചൈനീസ് പ്രോഡക്റ്റിന്റെ ലോകത്തൊരിടത്ത് ഇമ്മ്യൂണിറ്റി ഇല്ല. ഇമ്മ്യൂണിറ്റി ഇല്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ചൈനീസ് പ്രോഡക്റ്റ് എക്സെപ്റ്റ് ആണെന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എനി പ്രോഡക്റ്റ് മാനുഫാക്ചർഡ് ബൈ എനി ട്രേഡർ ഇൻ എനി പാർട്ട് ഓഫ് വേൾഡ്. സാറേ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ മ്യൂട്ട് ചെയ്യാം. ചോദിക്കേണ്ടവര് അൺമ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്. ഓക്കെ. ചൈന പ്രോഡക്റ്റ് ആരാണ്? ചോദിച്ചോ സാറേ, ചോദിച്ചോ. സാറേ കൃഷ്ണ സാറേ ചോദിച്ചോ. ഞാൻ പറഞ്ഞത് ഈ ചൈനീസ് പ്രോഡക്റ്റ് നമ്മൾ ഒരു കൺസ്യൂമർക്ക് കൊടുത്തു. ആ കൺസ്യൂമർ ഹീസ് അവെയർ ആർട്ടിക്കിൾ ഈസ് കൺസ്യൂമർ ചൈനീസ് ഐറ്റം. പക്ഷെ അത് ഡിഫക്റ്റീവ് ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കേസ് കൊടുത്തപ്പോഴത്തേക്ക് അയാളെ മാനുഫാക്ചർ ഇംപ്ലീഡ് ചെയ്തിട്ടില്ല അതിനകത്ത്. ഡീലർ മാത്രമേ അതിനകത്ത് ഡീലർക്കെതിരെ കേസ് കൊടുത്തില്ല. അത് അപ്പൊ അത് സസ്റ്റെയിൻ ചെയ്യുന്ന ചോദിക്കും. ഞാൻ പറയാം, സസ്റ്റെയിൻ ചെയ്യും. എന്തുകൊണ്ട്? നമ്മൾ ആ കേസ് കൊടുക്കുമ്പോഴത്തേക്ക് രണ്ട് എതിർകക്ഷിയാണ് സാധാരണ ഓപ്പോസിറ്റ് പാർട്ടിയാണ് അതിനകത്ത് വേണ്ടത്. മാനുഫാക്ചറും ട്രേഡർക്കെതിരായിട്ട് മാത്രം കേസ് കൊടുക്കുന്നു. കോടതിയോട് പറഞ്ഞിട്ട് മാനുഫാക്ചർ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. യു ക്യാൻ ഫയൽ എ പെറ്റീഷൻ ഡയറക്ടിംഗ് ദി ട്രേഡർ ടു ഫർണിഷ് ദി നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി മാനുഫാക്ചറർ. അങ്ങനെ അയാൾക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ എൻറ്റയർ ലയബിലിറ്റി വെസ്റ്റ് വിത്ത് ദി ട്രേഡർ ബിക്കോസ് he is under legal obligation to divulge, reveal the details of the manufacturer. അങ്ങനെ ഇല്ല പറഞ്ഞ തന്തയില്ലാത്ത കൊച്ചിന്റെ കാര്യം പറഞ്ഞ നാഥനില്ലാത്ത സാധനം വാങ്ങിച്ച് വിൽക്കാൻ അയാൾ പാടില്ല. അതിൽ ലയബിലിറ്റി ആണ്. അല്ലെങ്കിൽ തന്നെ ട്രേഡറിൽ ലയബിലിറ്റി ജോയിന്റ് ആൻഡ് സെവറൽ ആണ്. മാനുഫാക്ചർ കയറായിട്ടും വരാം, ട്രേഡർ കയറായിട്ടും വരാം. അതുകൊണ്ട് ചൈനീസ് പ്രോഡക്റ്റ് വിൽക്കുന്നത് പറഞ്ഞ് കൺസ്യൂമർ അറിഞ്ഞുകൊണ്ടാണ് ചൈനീസ് പ്രോഡക്റ്റ് മേടിച്ചത്. ആയിക്കോട്ടെ, അതിന്റെ കൺസ്യൂമർ അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങുന്നത്. ഞാൻ ചോദിച്ചതാ കൺസ്യൂമർ ചൈന പ്രോഡക്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് വാങ്ങുന്നത്. ചൈന പ്രോഡക്റ്റ് എല്ലാം ചീത്തയായി പോകണമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ചൈന പ്രോഡക്റ്റിന് എവിടെയെങ്കിലും ലീഗലി ഇന്റർനാഷണൽ ഇമ്മ്യൂണിറ്റി ഉണ്ടോ? ചൈന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മോശമാണോന്ന് ഈ ട്രേഡർ നോക്കിയില്ലേ വാങ്ങിക്കണ്ടേ? സോ ട്രേഡർ ഹാസ് ലയബിലിറ്റി ഇൻ സച്ച് കേസസ്. നത്തിങ് ടു വറി. ഓക്കെ, റൈറ്റ്. Any more questions? ഇനി ഉണ്ടോ? ഹലോ ബോസ് സാർ, ഒരു കാര്യം. ഹലോ, ഞാൻ സജി. അതായത് സാറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ്സിനെയും ഈ സർവീസിന്റെ ആ ഒരു ആംബിറ്റിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അല്ല, കൊണ്ടുവരില്ല, ആൾറെഡി ഉണ്ട്. അപ്പോൾ ഈ അമെന്റ്മെന്റില് പക്ഷേ അല്ല സാർ, അത് ഒരു ട്വീറ്റ് അല്ലല്ല ഒരു ആംബിറ്റ് ഒരു ട്വീറ്റ് ഞാൻ കണ്ടു.
ഈ മിനിസ്റ്റർ രാംവിലാസ് പ്രസാദ് എന്റെ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആ ട്വീറ്റ് വരാൻ കാരണം ഡൽഹി ഹൈക്കോടതി, ഡൽഹി ബാർ അസോസിയേഷൻ ഒരു റെപ്രസെന്റേഷൻ കൊടുത്ത് നമ്മളെ അഡ്വക്കേറ്റ്സ് പ്രൊഫഷനിൽ കൊണ്ടുവരരുത്, കാരണം മിസ്കോണ്ടാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ്സ് ആക്ട് തന്നെ ഓൾറെഡി ഒരു സെക്ഷൻ ഉണ്ട്, ഒരു പ്രൊവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ട്വീറ്റ് ചെയ്തത് അഡ്വക്കേറ്റ്സിന്റെ സർവീസ് ഈ സർവീസസ് എന്നുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് സർവീസസിന്റെ ആ ഒരു ഡെഫിനേഷനിൽ കൊണ്ടുവരാൻ ഗവൺമെന്റിന് യാതൊരു ഇന്റൻഷൻ ഇല്ലെന്ന് മുൻപൊരു ട്വീറ്റ് കണ്ടു. അതിനെ കുറിച്ച് പിന്നീട് ഫോളോ അപ്പ് എനിക്ക് അറിയില്ല. ഇല്ലില്ല, ഗവൺമെന്റിന് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ലെന്ന് എന്റെ അർത്ഥം എന്താണ്? ആൾറെഡി നമുക്കൊരു എക്സംഷൻ ഇല്ല. ഞാൻ ചോദിച്ചേ, നമ്മുടെ സർവീസ് മാത്രം ഈ നിയമത്തിന്റെ അപ്പുറത്താണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും? അല്ലല്ല സജി, എനിക്ക് മനസ്സിലായി. മിസ്കോണ്ടക്റ്റിനെ സംബന്ധിച്ചോളം നമ്മുടെ റെഗുലേറ്ററി ബോഡി ഉണ്ട്. മിസ്കോണ്ടക്റ്റിനെ സംബന്ധിച്ച് പറയാം. പക്ഷേ ദാറ്റ് വിൽ നോട്ട് ടേക്ക് അവേ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കൺസ്യൂമർ ഫോറംസ്. ഞാൻ പറയുമ്പോൾ ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഇൻഷുറൻസിനായിട്ട് കേസ് കൊടുക്കണമെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ഉണ്ട്, ബാങ്കിനെതിരായിട്ട് കേസ് കൊടുക്കണമെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരായിട്ട് കേസ് കൊടുക്കണമെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേറ്റർ ഉണ്ട്. സെക്ഷൻ 3 പറയുന്നത് എന്താണ്? നത്തിങ് ഇൻ ഡെറോഗേഷൻ ഓഫ് എനി അതർ റൈറ്റ്, ഇറ്റ് ഈസ് ആൻ അഡീഷണൽ റെമഡി ആൻഡ് നോട്ട് ഇൻ ഡെറോഗേഷൻ ഓഫ് എനി അതർ ലോ. ഇപ്പൊ ബാർ കൗൺസിൽ ഉണ്ടായാലും, സെൻട്രൽ ബാർ കൗൺസിൽ, സ്റ്റേറ്റ് ബാർ കൗൺസിൽ ഉണ്ട്, ബാർ അസോസിയേഷൻ ഉണ്ടായാലും, the client has a legal remedy to approach against a lawyer before the consumer forum by invoking the Process Act. That is the present procedure. ശരി, അതിന്റെ ട്വീറ്റ് ഞാൻ അന്ന് വായിച്ചായിട്ട് ഓർക്കുന്നു. It is only a tweet. മിനിസ്റ്റർ പറഞ്ഞത് അല്ലല്ല, മിനിസ്റ്ററാണ് പറഞ്ഞത്. അങ്ങോട്ട് അല്ല, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനല്ലേ നമുക്ക്, അല്ല ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനല്ലേ നമ്മൾ അവർക്ക് പറ്റത്തുള്ളൂ. അവർക്ക് നഷ്ടപരിഹാരം കക്ഷിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ല, അന്ന് പറഞ്ഞത് ഈ സർവീസിന്റെ ഡെഫിനിഷനകത്ത് അഡ്വക്കേറ്റ് സർവീസ് ഈ ഒരു നമ്മുടെ പ്രൊഫഷൻ കൊണ്ട് വരാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ഒറ്റ ക്വസ്റ്റ്യൻ, മിസ്കോണ്ടക്ട് അല്ല. ഈ സർവീസ് എന്നുള്ള ആ ഒരു ഡെഫിനിഷനകത്ത് അഡ്വക്കേറ്റ്സിന്റെ നമ്മുടെ പ്രൊഫഷനെ, ലീഗൽ പ്രൊഫഷനെ കൊണ്ടുവരില്ല എന്നാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു ഇന്റൻഷൻ. നിയമത്തിൽ അങ്ങനെയില്ല. ഹലോ, കേക്കാം. പ്രമോദ ചോദിക്കാവോ? ഞാൻ ദീപ. സാറേ, ബോസ് സാറേ, ഈ സിവിൽ കോടതിയിൽ 12 years എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുന്ന അതേ പീരീഡ് തന്നെയാണോ കൺസ്യൂമർ കോടതിയിലും? ആക്ച്വലി നല്ല ക്വസ്റ്റൻ അത്. ആക്ച്വലി എത്ര ദിവസത്തിനകം എന്ന് കൊടുക്കണമെന്ന് ഇനി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ടൈം പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞു. അത് നിയമത്തിൽ ലാക്കുണ ആയിരിക്കാം. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോഴാണ് എന്റെ മനസ്സിൽ വന്നത്. EP ഫയൽ ചെയ്യാം, എൻഫോഴ്സ്മെന്റ് ഓർഡർ ഫയൽ ചെയ്യാം, അത് ലിമിറ്റേഷൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഫയൽ ചെയ്യാം. നമ്മളെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു സാറേ. പിന്നെ ഓക്കെ പിന്നീട് സാറേ വേറൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ഫോർമാലിറ്റീസിലേക്ക് പോവാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മളെ അഡ്വക്കേറ്റ് BK ജയമോഹൻ സാറിനെ ക്ഷണിക്കാം. നമ്മുടെ ജോൺ ജോസ് സാറ് കുന്നത്തിലേക്ക് പോയോ? എണീച്ച് പോയോ? ബോറടിച്ച്? ഇല്ലല്ല, എല്ലാവരും ബഹുമാന്യനായ സുധീർ ബോസ് സാറ് ഇന്ന് നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുത്തിട്ടുള്ള, IAL വെബിനാറിൽ പങ്കെടുത്തിട്ടുള്ള കൊല്ലം ജില്ലയിൽ നിന്നും മറ്റു പുറത്തു നിന്നുള്ള അഭിഭാഷക സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലക്കാരൻ തന്നെയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, ഹൈക്കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ ഉണ്ണികൃഷ്ണനുണ്ട്, ആൻഡ്രൂസ് സാറുണ്ട്, എല്ലാവരെയും. അതെ, സുപ്രീം കോടതി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട്. അതെ. അപ്പോ നമ്പിനാരായണൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു വന്നതാണ് അല്ലെ, നമ്മുടെ ഇനോഗ്രൽ സെഷനിൽ നമ്പിനാരായണൻ ഒരു ആൻസർ ആയിട്ട് വന്നതാണ്. എന്തായാലും ഈ നമ്മുടെ ഈ വെബിനാറിന്റെ 3-ാം ഘട്ടമാണിത്. 3-ാമത്തേതിൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വളരെ വിശദമായി പ്രതിപാദിച്ചു. 1986 വന്ന ആക്ട് നിയമ ഭേദഗതി അല്ലാതെ പുതിയ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി അതിന്റെ വളരെ വിശദമായി തന്നെ അതിന്റെ പീനൽ പ്രൊവിഷൻ ഉൾപ്പെടെ ആധികാരികമായി പറഞ്ഞു സുധീർ ബോസ് സാറ്. ഇതിൽ വന്നിട്ടുള്ള പാർട്ടിസിപ്പൻസിനെല്ലാം ഇത് വളരെ ഗുണകരമായിരിക്കും പ്രാക്ടീസിൽ ഉൾപ്പെടെ ഭാവിയിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും വളരെ സജീവമായി ആവേശകരമായി ഈ ഒരു ക്ലാസ് നടത്തിയതിന് അദ്ദേഹത്തിന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സിന്റെ ഈ വെബിനാറിന്റെ എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
Thank you very much for giving me this opportunity to interact you and address you as a small young lawyer advocate brother. Thank you. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാരും അപ്പൊ ഇനിയും അടുത്തുള്ള സെഷൻസ് നമ്മൾ ഉടനെ തന്നെ എല്ലാരെയും നമ്മള് വാട്സാപ്പിലൂടെ തന്നെ എല്ലാവർക്കും അതിന്റെ ലിങ്കുകളും വരുന്നുണ്ട്. നമുക്ക് നമ്മളിപ്പോ തന്നെ ഇനിയും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 4 എണ്ണം കൂടെ ഉണ്ട്. എന്നാലും ഇപ്പം എല്ലാവരുടെയും ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു 7 നിർത്തരുത് എന്നുള്ള ഒരു ഇതാണ് വന്നിട്ടുള്ളത്. നമ്മൾ ജനറൽ സെഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇത് ഇനി നമ്മൾ ലോക്ക്ഡൌൺ കഴിഞ്ഞാലും ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ ഇത് തുടർന്നുകൊണ്ട് പോകണം എന്നുള്ള രീതിയിലേക്കുണ്ട്. പ്രമോദ് ഒരു കാര്യം, നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ണിയോട് ഒരു ക്ലാസ് എടുക്കാൻ പറയണം, ആൻഡ്രൂനോട് ക്ലാസ് എടുക്കാൻ പറയണം. ആൻഡ്രൂ ബോംബെയിൽ നിന്ന് എടുക്കും. അവര് ആൻഡ്രൂ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. ഉണ്ണിയെ ക്ലാസ് എടുക്കട്ടെ. അതെ, ഉണ്ണികൃഷ്ണൻ സാറിനെ ആൻഡ്രൂ സാറിനെ എല്ലാം ഇതിലേക്ക് നമ്മള് ക്ഷണിക്കുകയാണ്. ദി സബ്ജക്ട് ഈസ് ഓപ്പൺ ടു യു. സജസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതെ, ഉണ്ണികൃഷ്ണൻ പ്രോസസ് ആയിരിക്കും. അതെ, ഉണ്ണികൃഷ്ണൻ സാറിന് എന്താ ഞാൻ തയ്യാറാണ്. ടോപ്പിക് ഉണ്ണി തന്നെ പറയട്ടെ. ടോപ്പിക് ഉണ്ണി പറയും. ആൻഡ്രൂ ഉണ്ണിയ ആൻഡ്രൂ എന്തായാലും ഒന്നുകൂടി ഞാൻ ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത പ്രമോദ് പ്രസന്നനെ ഒന്നുകൂടി ഞാൻ ആവേശപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ്. ഇത്ര പുള്ളിയുടെ എൻകറേജ്മെന്റും ഇനിഷ്യേറ്റീവും അത് ജെസിസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും അവർ നോവൽ ഐഡിയ ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച്, സൂം എന്ന പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് നമ്മളെല്ലാം അതിലൂടെ കോർത്തിണക്കി ഇന്ററാക്ട് ചെയ്ത് ലൈവ് ആക്കുന്നതിന് ഒന്നും കൂടി പ്രമോദിനും ബോറിസിനും പിന്നെ ജയമോഹനും എല്ലാം നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. ചെറുപ്പക്കാർക്ക് കുറെ പേർക്ക് ഇപ്പോഴും സൂം എന്ന് പറഞ്ഞാൽ എന്തോ അപകടമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അറിയത്തില്ല. ഹൈക്കോടതി ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കുമ്പോഴും അതെ, അല്ല പേടിക്കുന്നവർ അതെ, 20 കോടി ആളുകൾ ലോകം മൊത്തം ഉപയോഗിക്കുന്നു. അന്നേരമാണ് ഗ്യാസ് ആദ്യം കൊണ്ടുവന്നപ്പം പലർക്കും പേടിയായിരുന്നില്ല, പിന്നല്ലേ ഉപയോഗിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ അതില്ലാതെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ആൻഡ്രൂ സാറിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. ആൻഡ്രൂ സാറിന്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് ഒരു ഡേറ്റും ഒന്ന് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സുധീർ ബോസ് സാറിനെ അറിയിച്ചാലും മതി. ഞാൻ കോൺടാക്ട് ചെയ്തോളാം. Okay, thank you, sir. Okay, thank you. So we are ending the meeting. Okay, bye. Okay, thank you very much once again.